എന്നാലും കാണട്ടെ നിന്നെ മറ്റേ തീവ്ര ഇടയിൽ കണ്ടല്ലോ ഇടാൻ്റെ ഇടയിൽ അതായത് പരിപാടി എന്നൊക്കെ ചോദിക്കരുത് കാര്യം അപ്പം കണ്ടെന്നുള്ള കണ്ടല്ലേ. പിന്നെ ഈ കോമഡി സ്റ്റാർ ചെയ്ത സമയത്ത് പിറ്റേ ദിവസം എല്ലാവരും വിളി നല്ല സ്കിറ്റ് കണ്ട് പൊളിയണ സ്കിറ്റ് കാണുമെന്ന് എല്ലാവരും കണ്ടു കേട്ടോ. അത് പോരാന്ന് വേണം അവർ പറഞ്ഞ കറക്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ടിപ്പുവിന്റെ പടയാളിയായിട്ട് വരുന്ന അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ഒരു മാനറിസവും സാധനമില്ലേ. ഈ വാഴ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ റോള് വേറെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് നിങ്ങളെല്ലാവരും അസീസും നിങ്ങളെല്ലാവരും അച്ഛന്മാരായിട്ട് മാറി നിൽക്കുന്ന ഒരു അപ്പോഴും നമ്മൾ ചിന്തിച്ചമ്മ ദൈവമേ നമ്മളിങ്ങനെ നമ്മളൊക്കെ അച്ഛന്മാരായിട്ട് ചിന്തിച്ചു. ഇപ്പം ഇത്രയും വയസ്സായി നമുക്ക് പണ്ട് നമുക്ക് എങ്ങനെ വേണം പറയാൻ. ഇന്ന് ഒരു കാര്യം പറയുമ്പോൾ നോക്കി കണ്ട് വേണം പറയാൻ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി നിസ്സാരം ഒരു വാക്ക് ഇപ്പോഴും പേടിയാണ്. നമ്മളെന്തൊരു കാണിച്ചാൽ ആൾക്കാർ ചിരിക്കുന്ന സമയത്ത് കാര്യം നമ്മളെ ഫിഗർ ഞാനൊക്കെ പണ്ട് മിമിക്രി കളിക്കുന്ന സമയത്ത് മുടിയൊക്കെ വളർത്തിയിട്ട് ഇങ്ങോട്ട് മീശ ഇങ്ങോട്ട് മീശ ഒരു കുത്തൊക്കെ ഇട്ട് കാണിക്കാത്ത വേലകളൊന്നുമില്ല. എങ്ങനെയും ചിരിപ്പിക്കുക. കാര്യം ടാർഗറ്റ് വെളുപ്പിന് 5 മണിക്കോ 6 മണിക്കോ ഇരിക്കണവരെ ചിരിപ്പിക്കണം. വെളുപ്പ് അങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് റബ്ബർ കൂട്ടണ കണ്ടിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ട് തീർന്നില്ലേ ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. അന്ന് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തില്ല. വേഷം ഒരു വേഷം കിട്ടുക അത്രേ ഉള്ളൂ. അപ്പം ഇതിങ്ങനത്തെ ഒരു സീരിയസ് ക്യാരക്ടറാണെന്ന് പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പടം കണ്ടത് ഇങ്ങനെ ആയിരുന്നല്ലേ. ഇപ്പോഴും നമ്മൾ കാണും അയ്യോ ഇത്ര സീരിയസ് ആയിട്ടൊരു വേഷമായിരുന്നല്ലോ ഞാനൊന്ന് ചെയ്തതെന്ന്. അന്നൊക്കെ നമ്മളെ തുടക്ക സമയമല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്ന് കഥ കേൾക്കണ്ടായിരുന്നു. കിട്ടണ വേഷം ചെയ്യുക അത്രേ ഉള്ളൂ. എന്താണ് എൻ്റെ വേഷം എന്നൊന്നും ചോദിക്കില്ലല്ല. നമ്മൾ അതിനകത്ത് വേറൊരു സീനുണ്ട്. പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിൻ്റെ വയറ് കണ്ടിട്ട് ഞാൻ തിരിയോട്ട് ഇങ്ങനെ കാണിക്കുന്നത്. അത് എന്നെ കൊണ്ട് ചിത്തോട്ടെ ക്യാമറ ചെയ്യും നോക്കട്ടെ നിന്റെ മനസ്സിലെന്താണെന്ന് നോക്കട്ടെന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം ചെയ്യിപ്പിച്ചു. അതിപ്പോഴും ക്ലിപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കും. തമാശയ്ക്ക് വേണ്ടി കാണിക്കുന്ന വേലകളെ ലാംഗ്വേജൊക്കെ വേറെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കണം പടത്തിൽ. ഇപ്പം കാണുന്ന പക്ഷേ അന്ന് ഇച്ചിരി ഒതുക്കി ചെയ്യായിരുന്നു. ഇതിന് ആൾക്കാർ കാണുന്ന എന്ത് പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ പഴയ കോമഡി സ്റ്റാർസിൻ്റെ ക്ലിപ്പ് വരുമ്പം അതിൻ്റെ അടിയിൽ വരുന്ന കമൻ്റാണ് ഇവന്മാരിത് നിർത്താറായില്ലേ. പഴയ സാധനം ഇവർക്ക് ഇപ്പോഴും ഈ കോമഡി തന്നെയാണ്. കേരളക്കരയ്ക്ക് കേരളത്തിലാട്ടിയ ഫിറ വെളിച്ചെണ്ണ ലോകം ആസ്വദിക്കുന്ന കേരളത്തിന്റെ നന്മ. നോബി മാർക്കോസ് ആണ് നമുക്കപ്പോൾ. ഹായ് നോബി. നമസ്കാരം. നമ്മൾ കുറച്ച് കാലമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു, നടക്കാതെ പോയി. ഒത്തിരി നാളായല്ലേ. അതെ അതെ. ഒരുപാട് ഞാൻ പറയും നമ്മൾ ആ ഡേറ്റ് ഇങ്ങനെ മാറിപ്പോവും. അവസാനം എന്തായാലും കറങ്ങി തിരിഞ്ഞ് വരും. അല്ല കറക്റ്റ് സമയത്തിന് വന്നു. പാട് റിലീസ് ഇന്ന് പിറ്റേ ദിവസം. അടിപൊളിയല്ലേ. അത് വലിയ സന്തോഷമായി. ആട് 3 അസാധ്യമായിട്ടുള്ളൊരു മേക്കിംഗ് ആണ്. നിങ്ങളുടെയൊക്കെ പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പർബാണ്. പൊളിയെന്ന് വെച്ചാൽ പൊളി. കാര്യം ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാവർക്കും പ്ലേസ് കൊടുക്കണം. എല്ലാവർക്കും ഒരാൾക്ക് 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ പോലും അതുപോലെ അത് ഇരട്ടിയാണല്ലോ. അതെ ഇരട്ടിയാണ്. രണ്ടിലും കൊടുക്കണ്ടേ. ഇത്ര ടീമുണ്ട്. ജയേട്ടൻ്റെ ടീം, വിനായകൻ്റെ ടീം, പിന്നെ സണ്ണിയുടെ ടീം, പിന്നെ ഷർബത്ത് ഷമീൻ്റെ ടീം, പിന്നെ ആ വിദേശ വനിത, അതെല്ലാം കൂടെ ഒരു ടീമിന് 20 മിനിറ്റ് വെച്ച് സിനിമ എടുത്താൽ പോലെ എത്ര മണിക്കൂർ വേണം. അതാണ് ലെങ്ത് ഉണ്ടല്ലോ സിനിമയ്ക്ക്. എന്നിട്ടും എത്രയോ മണിക്കൂർ പടം കട്ട് ചെയ്ത് കളഞ്ഞു. വെട്ടിച്ചുരുക്കി ചുരുക്കി സീനൊക്കെ ഇനി പിന്നീട് റിലീസ് ചെയ്യട്ടെ. ചുരുക്കിയിൽ കുറേ തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അതൊക്കെ പോയി ഇഷ്ടപ്പെട്ടു ഡയറക്ടർക്ക്. എങ്കിലും ടോട്ടൽ റെസ്പോൺസ് എങ്ങനെ പോകും? ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അതൊക്കെയാണ് ഭയങ്കര സന്തോഷമുണ്ടാവും. നമ്മൾ അത് ഇടയ്ക്കിടയ്ക്കേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യം. കാര്യം വലിയൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റുക, അത് ഹിറ്റടിക്കുക. അപ്പോൾ ഈ ആൾക്കാർ തരുന്നത് കോളൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അതൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് പണ്ട് ടി വിയിൽ ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ വിളിക്കും ഇന്നലെ പരിപാടി കണ്ടിരുന്നത്. പിന്നെ അതങ്ങ് കുറഞ്ഞു. പിന്നെ എപ്പോഴും ടി വിയിൽ കാണുന്നതുകൊണ്ട് അങ്ങനെ വിളി അങ്ങ് കുറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇതേപോലെ സിനിമ കണ്ടാലും ആരും വിളിക്കില്ല. പിന്നെ ഇതേപോലെ നല്ല കുറേ സിനിമകൾ കിട്ടുമ്പോൾ അത് കണ്ടിട്ട് വിളിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അന്ന് കിട്ടിയ ആ ഫീല് വീണ്ടും കിട്ടുന്ന ഒരു സന്തോഷം. ജയസൂര്യയുടെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. എല്ലാവരും വിനായകൻ ടിപ്പുവിന്റെ പടയാളിയായിട്ട് വരുന്ന ആ സമയത്ത് പുള്ളിയുടെ ഒരു മാനറിസവും സാധനമില്ലേ. അതിൽ കോമഡി ഉണ്ട്, പക്ഷേ അതെ 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 എല്ലാം രസമുള്ള പുതുമയുള്ള കുറേ കാര്യങ്ങൾ. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ പടത്തിൻ്റെ പിന്നിൽ. കാര്യം നമ്മൾ കാണുമ്പം ഞാൻ ഇന്നലെ കണ്ടിട്ട് കാര്യം ഇതിപ്പം പ്രേക്ഷകരെക്കാളും കൂടുതൽ കാണാൻ കൊതിച്ച ഞങ്ങളായിരുന്നു. കാര്യം അത്രയും ഷൂട്ട് ചെയ്തു. മിഥുൻ മാനൊരു മാജിക് ഉണ്ട് ആ സിനിമയിൽ. കാര്യം നമ്മൾ കണ്ട് കാര്യം ഇത്രയും സീനെടുത്ത് വെച്ചപ്പം പിന്നെ നമ്മൾ 2 കാലഘട്ടം ചെയ്തല്ലോ. ഇത് 2 ചെയ്ത് എവിടെയാണ് ഇതിൻ്റെ കണക്ഷൻ നമുക്കറിയില്ല. അപ്പോൾ ഇത് മിഥുൻ ചെയ്ത് വെച്ചിട്ട് ഇത് റിലീസിൽ വരുമ്പോഴാണ് നമ്മളിത് അതിൻ്റെ റിസൾട്ട്
കാണും. അത് ഭയങ്കരമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ നല്ല പണി എടുത്തിട്ടുണ്ട്. ലാസ്റ്റൊക്കെ വന്നപ്പോൾ നമുക്ക് ടെൻഷൻ, ഇത് എങ്ങോട്ട് പോകും, ഇത് എവിടെ ചെന്ന് തീരും എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടല്ലോ സാർ. സെക്കൻഡിൽ എത്തുമ്പോഴാണ് ആ രണ്ട് ഇന്റർകട്ട് ചെയ്ത് കാണിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു ഹൈ കിട്ടുന്നത്. ഇടവേള വരെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത് എങ്ങോട്ട് പോകും. ഇടവേള കഴിയുമ്പോൾ പിന്നെ നമുക്ക് അറിയാൻ പറ്റും. ഭയങ്കര രസമായിട്ടുള്ളൊരു ഉദ്യമമാണ്. വ്യസന സമേതം ബന്ധുമിത്രാദികളിൽ വിപിൻ്റെ സിനിമയാണ്. 2 വിപിന്മാരാണ്, പ്രൊഡ്യൂസറും ഡയറക്ടറും വിപിനാണ്. അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ്. അതായത് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അതേപോലെ അസീസ് നെടുമങ്ങാടിനും നല്ലൊരു ക്യാരക്ടറുണ്ട്. അസീസിൻ്റെയും ആ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. മുരളി നാട്ടുകാർ മുരളി എൻ്റെ ക്യാരക്ടർ രാജേന്ദ്രൻ, അതെ പാർട്ടി പ്രവർത്തകൻ. രാജേന്ദ്രൻ്റെ ക്യാരക്ടറുണ്ട്. അതെ അതെ അതെ, പിടിച്ച് ക്യാരക്ടർ എന്നെ കംപ്ലീറ്റ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പൊട്ടിപ്പോകുന്ന ഇമോഷൻസ് കാണിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ലേ, അപ്പൊ ഇയാൾ പൊട്ടോ നമുക്ക് തോന്നില്ലേ, അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സാധനമുണ്ട്. കാര്യം പുള്ളിയെ ആ വീട്ടില് പിന്നെ വീട്ടുകാരടുപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ബന്ധുക്കൾ അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ല. ഇവനാ കേറ്റാണോ, എന്തിനിടെ അവനാ, ഇത് നമ്മൾ കാണുന്നതല്ലേ, സെയിം സാധനമല്ലേ കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് മിക്കുള്ളവരും ജീവിക്കുകയായിരുന്നു. നമുക്ക് അതിനകത്ത് അങ്ങനെ ആർട്ടിഫിഷ്യൽ അങ്ങനെ തോന്നില്ല. എല്ലാവരും നാച്ചുറലായിരുന്നു. ഓരോ ആർട്ടിസ്റ്റും, ഓരോ ചെറിയ പിള്ളേർ വരെ കണ്ടില്ലേ, എല്ലാവരും ഭയങ്കരമായിട്ട് ചെയ്ത്. അത് വിപിൻ്റെ നല്ലൊരു തോന്നുന്നു. 2 വിപിനും നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പൊളിറ്റിക്കലാണ്, പക്ഷെ അത് സറ്റയറിറ്റിക്കലായിട്ട് കാണിച്ചതുകൊണ്ട് സെൻസർ ബോർഡ് പോലും ശരിക്കും പിടിക്കാതെ തന്നെ അത് വിട്ടു. അത് ഭയങ്കര ഒരു ബ്രില്യൻസ് ആണ്. ഞാനും വിപിനും കൂടെ അത് സംസാരിച്ച ഭയങ്കര ഇതാണ്, ഭയങ്കര പൊളിറ്റിക്സ് ആണ് പടം. അത് അത്ര ഹ്യൂമർ ഉള്ളതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കില്ലേ. പക്ഷെ ആ പടത്തിൽ ഹ്യൂമർ ഇല്ലായിരുന്നെങ്കിൽ പൊളിഞ്ഞു, അത് കംപ്ലീറ്റ് പിടിക്കപ്പെട്ടെങ്കിൽ അപ്പൊ തന്നെ സെൻസർ ബോർഡ് അവിടെ അതെ അതെ അതെ, അവിടെ എല്ലാം മിക്ക പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഗംഭീരമായിട്ട് പോയി. അതെ, അതേപോലെ തന്നെ ഈ കോമഡി പരിപാടികളിൽ നിന്നിട്ട് ഈ മിമിക്രിയിൽ നിന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ കഴിഞ്ഞ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് ഈ ആർട്ടിസ്റ്റുകളുടെയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ സുരാജേട്ടൻ മാറി വരുന്നൊരു ഘട്ടം. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പിഷാരടിയുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ട്. അത് ടോട്ടലി തന്നെ അയാൾ സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പ് എന്തായിരുന്നോ അതല്ല ഇപ്പോൾ പിഷാരടിയുടെ റോൾ എന്ന് പറയുന്നത്. ഭയങ്കര മെച്യൂരിറ്റിയും അത്രയും ഒരു ക്ലാസ് പെർഫോമൻസ്, സംസാരിക്കുന്ന സമയത്ത് തന്നെ. പക്ഷെ അയാൾ എല്ലാം മുൻകൂട്ടി കാണും. എൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എടാ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കണം, കാര്യം മിമിക്രിയൊക്കെ തീരും എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അതേപോലെ സംഭവിച്ചു. കാര്യം നമ്മൾ 100-300 പരിപാടി കളിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഈ വർഷം ഞാൻ പ്രോഗ്രാം കുറച്ച് നാളുകൊണ്ട് കളിക്കുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം ഒരു വർഷം ഒരു 10 പരിപാടി, 15 പരിപാടി, 20 പരിപാടി വെച്ച് കളിച്ചുകൊണ്ടിരുന്നത്. അതങ്ങ് ചുരുങ്ങിയിട്ട് ഇപ്രാവശ്യം ഞാൻ ശിവരാത്രിക്ക് ഒരു പരിപാടി കളിച്ചു. കാര്യം അതില്ല, പുറത്ത് പോലും പരിപാടി ഇല്ലല്ലോ, അങ്ങനെ എല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കില്ല. ഇയാളത് പണ്ട് പറഞ്ഞതാണ്, അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്, അന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ ഈ മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഒരു മാറ്റം ഭയങ്കര ആക്സെപ്റ്റൻസ് ഉള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ സുരാജേട്ടൻ മാറി വന്ന സമയത്ത് നമ്മളൊക്കെ സുരാജേട്ടൻ അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇന്നലെ പടം ഇറങ്ങി, യൂത്ത് എന്ന് പറഞ്ഞൊരു പടം, ഗംഭീര പെർഫോമൻസ് ആണ്, തമിഴ്. ഭയങ്കര സുരാജന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അതെ അതെ, ശരിക്കും നോബിയും ശരിക്കും ഒരു ക്യാരക്ടർ ചേഞ്ച് വരുന്നുണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ പണ്ടൊക്കെ മുമ്പൊക്കെ പോകുമ്പോൾ കോമഡി കൈന്നിടുന്ന രീതിയിലുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പരിഗണിച്ച സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പക്ക സ്ക്രിപ്റ്റിൽ ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്ന ഒരു സ്പേസിലേക്ക് മാറി. അത് ഭയങ്കര ഒരു ഭാഗ്യമല്ല. അങ്ങനെ എനിക്ക് കിട്ടിയ വേഷങ്ങളാണ് ഒന്ന് വാഴ, പിന്നെ അതുപോലെ വ്യസന സമേതം, അതുപോലെ പിന്നെ ഇതിനിടയ്ക്ക് ജനനം 1947 പ്രണയം തുടങ്ങുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു. അതെന്നെ കണ്ടിട്ടുണ്ട്. ആ പടത്തിൽ നല്ലൊരു ക്യാരക്ടറായിരുന്നു. ജയരാജ് എന്ന് പറയുന്ന മനുഷ്യനാണ്. അതെ, ജയരാജേട്ടൻ ലീഡ് ചെയ്ത് അതിനകത്ത് നല്ലൊരു ക്യാരക്ടറായിരുന്നു ആ പടം. അങ്ങനെ എന്താ പറയുക, കിട്ടിയ ഭാഗങ്ങളെല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയതാണ് വിശ്വാസം. അല്ല, ഈ വാഴ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ റോള് വേറെ പിള്ളേരെ ഏൽപ്പിച്ചിട്ട് നിങ്ങളെല്ലാവരും അസീസും നിങ്ങളെല്ലാവരും അച്ഛന്മാരായിട്ട് മാറി നിൽക്കുന്ന ഒരു, അപ്പോഴും നമ്മൾ ചിന്തിച്ചമ്മ ദൈവമേ നമ്മളിങ്ങനെ നമ്മളൊക്കെ അച്ഛന്മാരായി. സത്യം, ഞാനൊരു 8-9 വർഷം മുമ്പ് കുറേ കോളേജ് പഠനമൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നീട് അങ്ങ് മാറിയിട്ടേ അപ്പോഴും ചിന്തിച്ച്, അപ്പോൾ ഇത്രയും വയസ്സായി നമുക്ക് ഇതിലേക്ക് ചുരുങ്ങ അംഗീകരിക്കണം. സത്യം, നമ്മളങ്ങ് അച്ഛനായി മാറി.
പെട്ടെന്നൊരു ഇതാണ്. അതേപോലെ ഇപ്പം വാഴ 2 ഇറങ്ങാൻ പോകുന്നുണ്ട്, അതിലും ഗംഭീര പെർഫോമൻസ് ആണ് എല്ലാവരും ചെയ്തേക്കുന്നത്. ഈ അച്ഛന്മാരായതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കോട്ടയം നസീറിന്റെ അടുത്ത് ഇടയ്ക്ക് ഒരു ടഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡൈ നിർത്തിയ പിന്നെ കോട്ടയം നസീർ തീർന്നു. സ്പോട്ടിൽ അടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ കോമഡി സ്റ്റാർസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൊമേഡിയന്മാരുടെയൊക്കെ ഒരു ഏറ്റവും നല്ല സ്കില്ലെന്ന് പറയുന്നത് ഇംപ്രവൈസേഷന്. സ്പോട്ടിൽ ചില സാധനങ്ങൾ കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുകയും വേണം. ടൈമിംഗ് ഓക്കെ, ടൈമിംഗ് ഓക്കെ ആയിരുന്നാൽ ചെറുതാണെങ്കിലും നല്ല എഫക്റ്റ് ചെയ്യും. അപ്പൊ അത് എങ്ങനെയാണ്, അത് വിജിലന്റ് ആയിട്ട് ഇരിക്കുകയാണോ, അത് ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുമോ? അത് ഇപ്പോഴും എനിക്ക് അറിയുന്നുണ്ട് എവിടെ നിന്ന് വരുന്നു എങ്ങനെ. കാര്യം അത് അപ്പോഴും അത് ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം പണ്ട് നമുക്ക് എങ്ങനെ വേണോ പറയാമായിരുന്നു. ഇന്ന് ഒരു കാര്യം പറയുമ്പോൾ നോക്കി കണ്ട് വേണം പറയാൻ, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയി നിസ്സാരം ഒരു വാക്ക് ഇപ്പോഴും പേടിയാണ്. എന്നിട്ട് ഈ പല ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഈ ആടിന് തന്നെ എല്ലാവരും ഇരുന്നിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ പറയും. അത്രയും നമ്മളങ്ങ് പറയും, സ്വാഭാവികമായിട്ട് ഇത്രയും പേര് ഇരിക്കുമ്പോൾ നമ്മളങ്ങ് പറയും. എന്നിട്ട് പറയും ക്യാമറ അതാണ് കട്ട് ചെയ്ത് കളയാൻ. അത് അറിയാതെ പറഞ്ഞും പോയി. കാര്യം ഇപ്പോൾ അളന്ന് കുറിച്ചല്ലേ എണ്ണം പറയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഈ കോമഡി പിന്നെ ഒരിക്കലും പറയാനേ പറ്റില്ലായിരിക്കാം. ആ സിറ്റുവേഷനിൽ അപ്പോഴും പറയണം, അല്ലെങ്കിൽ നമ്മൾ മറന്നും പോകും. അതങ്ങ് പറഞ്ഞു, പക്ഷെ പറഞ്ഞു പോയി ഈ ദൈവം ഇത് അബദ്ധമായി പോയോ പറഞ്ഞു അങ്ങനെ. പിന്നെ മറ്റാകുമ്പോൾ നമുക്ക് ക്യാമറ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഈ അന്നൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത് ഈ ഫോണില്ലാത്ത സമയത്ത് കൂട്ടം കൂടി ഇരുന്നിട്ടുള്ള തമാശകളും കാര്യങ്ങളും. നമുക്കൊരു ഗ്രൂപ്പുണ്ട് ഇപ്പോഴും. അത് പണ്ടത്തെ നല്ല ഈ ആർട്ടിസ്റ്റിലെ ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞ് ആദർശൊക്കെ ഉൾപ്പെടെ സുരാജൻ ഉൾപ്പെടെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാവരും കൂടെ എപ്പോഴും ഇങ്ങനെ ഇതുപോലെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കോട്ടയം ചെറുക്ക എല്ലാവരും ഉണ്ട്. അതിനകത്ത് നവാസൊക്കെ ഉണ്ടായിരുന്നു, റഹ്മാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സുധി അണ്ണൻ, അവർ 3 പേരും ഇല്ല ഇപ്പം. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇതേപോലെ ഇരുന്നിട്ട് തമാശകളും കാര്യങ്ങളൊക്കെ ഇരുന്നു ഇടയ്ക്കിടയ്ക്ക് കൂടെ. ഇടയ്ക്ക് വിഷ്ണുവിൻ്റെ ഇൻ്റർവ്യൂവിനകത്ത് വിഷ്ണു പറയുന്നുണ്ടായിരുന്നു, വിവാദങ്ങളിൽ നിന്നും പെടുന്നില്ലല്ലോ എന്ന് ചോദിച്ചോ പറഞ്ഞു, ചീരയ്ക്ക് വെള്ളം ഒഴിക്കണം, പശുവിന് പുല്ലറുക്കണം, ആടിന് കുഴയൊടിക്കണം, അതുകൊണ്ട് സമയം കിട്ടുന്നില്ല വിവാദങ്ങൾക്കെന്ന് പറയില്ലേ. ഇതെങ്ങനെ ഇങ്ങനെ ഈ ചോദിക്കുന്ന സമയത്ത് തന്നെ ഇത് വരണ്ടേ? അത് വരണമെന്ന്, അതാണ് എങ്ങനെ വരുന്നത്. എന്ത് പറയുന്നതിൻ്റെ ദൈവം പഠിക്കാനുള്ള ബുദ്ധിയൊന്നും ചിലപ്പോൾ ഇതിനായിരിക്കും ഇങ്ങനെ ഒരു സാധനമായിരിക്കും ഒരു സൈഡിൽ വെച്ചേക്കുന്നത്. അതിട്ട് കൂടുതൽ വരുന്നതുമില്ല, ഉള്ള ഭാഗം കുറേ ചെട്ട് കൊടുക്കും. ഈ സ്റ്റാർജാം പോലെയുള്ള പരിപാടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പെർഫോമൻസ് കൂടെയാണ് സംവിധായകൻ ഒരു ഇതായിട്ട് എടുക്കുന്നത്. സ്ക്രിപ്റ്റ് ഉള്ളപ്പോഴും മൊമെന്റ്സേ ഉണ്ടാവും, ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, പക്ഷെ അവിടെ നിങ്ങൾ തന്നെ തലച്ചോറ് പ്രകടിപ്പിക്കണം. അപ്പം ഈ സിങ്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയ അത് ഭയങ്കരമുണ്ട്. കാര്യം നമ്മൾ ഇപ്പം ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു 5 പേര് നമ്മൾ ഒരുമിച്ചിരിക്കുന്നിട്ട് അതിനകത്ത് വേറൊരാൾ വരുമ്പോൾ നമുക്ക് അയാളെ എന്ത് പറയണമെന്ന് അറിയില്ല. പറഞ്ഞാലത് കൂടിപ്പോകുമോ, അതൊക്കെ പിന്നെ വിവാദങ്ങളായിട്ട് മാറും. എന്തിനിടെ അവന്മാർ അയാളെ ടാർഗറ്റ് ചെയ്ത്, പക്ഷേ അയാൾക്കത് ഇഷ്ടമായിരിക്കാം. പക്ഷെ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും അയാളെന്തിനും അവന്മാർ ടാർഗറ്റ് ചെയ്ത് അയാളെ തന്നെ പിടിക്കുന്നത്. അത് തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും, അയാളത് രസിക്കുന്നതായിരിക്കും. പക്ഷെ കാണുന്ന പ്രേക്ഷകനത് ഭയങ്കരമായിട്ട് പിടിക്കണമെന്നില്ല. കാലം മാറിയതിൻ്റെ പ്രത്യേകതയാണ്. പണ്ടെന്തെല്ലാം നമ്മൾ സ്റ്റേജിൽ തമാശ പറയാനും ഈ ബോഡി ഷേമിങ് പണ്ട് ഇഷ്ടം പോലെ പറയുന്നല്ല ഇതുപോലെ, പക്ഷെ ഇപ്പം പറയാൻ പറ്റില്ലെന്നോ, പേടിയാണ്. ലോബിയെ തന്നെ കളിയാക്കുമായിരുന്ന വാക്കുകളൊന്നും ഇന്ന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അതിതായി പോയി, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഒരു ക്യൂട്ട് ലുക്ക് ഉള്ളത് കൊണ്ട് കൊമേഡിയൻ ആവാനുള്ള ഒരു സാധ്യത കൂടുതലായിരുന്നില്ല. സുരാജേട്ടനെക്കാളും ഒരുപക്ഷെ കോമഡി ചെയ്യാൻ ഉള്ള സാധ്യത ഇത്തരത്തിലുള്ള ഫിഗർ ഉള്ളവർക്ക്. സുരാജണ്ണനെ സംബന്ധിച്ചുള്ള സുരാജണ്ണൻ അത്ര സൗന്ദര്യമുള്ള ആളാണ്. അയാൾ കോമഡി ചെയ്ത് ഫലിപ്പിക്കുന്നു, അത് ഭയങ്കര കാര്യമല്ലേ. ജഗതി ചേട്ടൻ ഭയങ്കര സൗന്ദര്യമുള്ള മനുഷ്യരല്ല, അദ്ദേഹം ഭയങ്കര തമാശക്കാരനാണ്. അതേപോലെ നമ്മൾ അത് അതിശയത്തോടെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അത്രയും സൗന്ദര്യമുള്ള പാടാണ് അവർക്ക്. പക്ഷെ അപ്പോൾ ഒരു എന്താ പറയാ, നമുക്ക് അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊരു കാണിച്ചാൽ ആൾക്കാർ ചിരിക്കുന്ന ഒരു സമയത്ത്. കാര്യം നമ്മളെ ഫിഗർ, ഞാനൊക്കെ പണ്ട് മിമിക്രി കളിക്കുന്ന സമയത്ത് മുടിയൊക്കെ വളർത്തിയിട്ട് അതും തലയ്ക്ക് ചുവന്നാണ്. അത് കാര്യം ഒരു വിഗ് എടുത്ത് വെക്കാനുള്ള പാട് കഴിഞ്ഞ് മുടി വളർത്തി അതിനെ പല ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് മീശ, അന്ന് ക്ലീൻ ഷേവിൽ ഇങ്ങോട്ട് മീശ വരച്ച് ഇങ്ങോട്ട് മീശ വെച്ച് ഒരു കുത്തൊക്കെ ഇട്ടിട്ട് കാണിക്കാത്ത വേലകളൊന്നുമില്ല. എങ്ങനെയും ചിരിപ്പിക്കുക. കാര്യം ടാർഗറ്റ് വെളുപ്പിന് 5 മണിക്കും 6 മണിക്കും ഇരിക്കണവരെ ചിരിപ്പിക്കണം. അതായിരുന്നു പണ്ട്. കാര്യം 7 മണിക്ക് ഫസ്റ്റ് പരിപാടി, സെക്കൻഡ് പരിപാടി 1 മണിക്ക്, വീണ്ടും വെളുപ്പാങ്കളെ ചെല്ലുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് റബ്ബർ വെട്ടണ കണ്ടിട്ടുണ്ട് സ്റ്റേജിൽ. കാര്യം നമ്മൾ സ്റ്റേജിൽ പരിപാടി എടുക്കാൻ ഫ്രണ്ടിൽ ആൾ റബ്ബർ വെട്ടും, വെള്ളം എടുക്കാൻ വരും. കാര്യം ഓണപ്പരിപാടിക്ക് രാവിലെ ആവുകയാണ് നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ട് തീർന്നില്ലേ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പൈപ്പിൽ പോയി നമ്മൾ മുഖം കഴുകി നേരം വെളുക്കോടെ വരും. 7 മണി ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോൾ 8 മണിയാവും ഈ ഓണ സമയത്തൊക്കെ. അവിടെ നിന്നാണ് വീണ്ടും എവിടെയെങ്കിലും നമ്മളെ ട്രൂപ്പിൻ്റെ ക്യാമ്പ് കാണുമല്ലോ, അവിടെ കിടന്നിട്ട് വീണ്ടും അതേപോലെ
ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് വീണ്ടും പോയി അടുത്ത സ്ഥലത്ത് സെറ്റ് ചെയ്തു. അതൊരു രസമായിരുന്നു. അതിപ്പോൾ ഇല്ല. ഇപ്പോൾ ഷെഡ്യൂൾഡായിട്ട് കുറച്ചുകൂടെ ഷെഡ്യൂൾ ചെയ്ത ജീവിതമാണ് എന്ന് വെച്ചാൽ ഇന്ന സമയമൊക്കെ ഉണ്ടാവും. അന്നെന്ന് വെച്ചാൽ ടൈം എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം വേദികൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എപ്പോൾ തീരുവോ അപ്പോൾ ആണ് നമ്മുടെ ടൈം. അന്നത്തെ ഒരു ഏറ്റവും വലിയൊരു സംഭവം ഉണ്ട്. നമ്മൾ കരഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ സിനിമ ഒരു ദിവസം പരിപാടി ഒന്ന് ക്യാൻസൽ ആവണമെന്ന്. കാര്യം വീട്ടിൽ പോകാനുള്ള കൊതിയും ഒന്ന് ഉറങ്ങാനുള്ള കൊതിയും. കാര്യം 8 മണിക്കും 9 മണിക്കും 10 മണിക്കും കിടന്നുറങ്ങാനുള്ളൊരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ലല്ലോ. അത് നമ്മൾ ഇന്നുണ്ടല്ലേ. കാര്യം ഇങ്ങനെ അടിയല്ലോ, ഷട്ടിലടിയല്ലേ. മലപ്പുറം, നെയ്യാറ്റിൻകര, ഇങ്ങനെ പാലക്കാട്, എടപ്പാൾ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അന്നത്തെ വണ്ടിയിൽ ഇത്രയും പേര് കുത്തിഞ്ഞെരുങ്ങി ഇത്രയും സാധനമായിട്ട് പോകണം. പക്ഷെ അന്ന് ചൂടെടുത്തിട്ടില്ലായിരുന്നു. അന്ന് ചൂടെടുത്തിട്ടില്ല. അന്ന് എന്ത് പറയാം, അന്ന് ഷർട്ട് ഒരു വണ്ടിയിൽ നമ്മളിപ്പോഴും ഈ ഭാരതപ്പുഴയിലൊക്കെ ഇറങ്ങി കുളിച്ച് എല്ലാവരുടെയും അയ്യപ്പന്മാർ വണ്ടി പോകുമ്പോൾ കയ്യിലേക്ക് നമ്മൾ ഉപ്പൂപ്പിൻ്റെ വണ്ടി കെട്ടിയിട്ടിട്ട് പോണ സമയങ്ങളുണ്ടായിരുന്നു. അന്ന് വിയർത്തിട്ടുമില്ല, ഒരു ടെൻഷനില്ലായിരുന്നു. ഇപ്പം നമ്മളെവിടെ എന്ത് ചൂടെന്ന് പറഞ്ഞിട്ട് സത്യമല്ലേ, അതോ അങ്ങനെ ആയിപ്പോയി. അതിന് പ്രായത്തിൻ്റെ ആയിരിക്കാം. അല്ല, സൗകര്യങ്ങൾ കൂടി തന്നെയാണ്. ഈ സിനിമാക്കാരൻ എന്ന് പറയുന്ന പേര് ഭയങ്കരമായിട്ട് കൊതിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. സിനിമാക്കാരെയൊക്കെ നമ്മൾ ഈ കാണാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കാത്തിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് കുറേ കൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെങ്കിലും സിനിമയിൽ എത്തിപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു പ്രൗഡുണ്ട്. നമ്മളൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ അംഗീകരിക്കപ്പെടൽ കൂടാണ്. മറ്റൊന്ന് വെച്ചാൽ മിമിക്രി എന്നൊക്കെ പറയുന്നത് സിനിമയെ കമ്പയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം. പക്ഷെ നമുക്ക് ഒരു ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ആ വേദികൾ തന്നെയായിരുന്നു. ആ ഓർമ്മകളാണ് നമ്മളിപ്പോഴും ഈ പറയുന്ന സ്പേസുകളിലൊക്കെ നിർത്തുന്നത്. ഇപ്പോൾ സിനിമാ സെറ്റിൽ നോബി എത്തുകയാണെങ്കിൽ പറയാനുള്ള കഥകളൊക്കെ പുറകിലുള്ള കഥകളായിരിക്കും, ഈ സിനിമയുടെ കഥകളായിരിക്കും. അത് ഭയങ്കര രസമുള്ളൊരു കാലഘട്ടം എന്ന് പറയും. ആ കാലഘട്ടത്തിൻ്റെ കാര്യം ഇപ്പം നമ്മളെ കൂടെ അഭിനയിക്കുന്നവർ പറയാം, നിങ്ങൾക്ക് സിനിമയിലെങ്കിലും പരിപാടി ഉണ്ടല്ലോ അവിടെ എന്ന് പറയും. കാര്യം മറ്റൊരു നമുക്ക് പരിപാടി ഇല്ലല്ലോ. പക്ഷെ അത് കുറഞ്ഞു വേണം, ഭയങ്കരമായിട്ട് ചുരുങ്ങി പരിപാടികൾ. പിന്നെ എന്താ പറയുക, ഇപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇത്ര പേരാണ് സിനിമയിൽ അവസരം ചോദിച്ചാൽ. പണ്ട് നമുക്കറിയുന്ന കുറേ താരങ്ങളുണ്ട്, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പുതിയ ഒത്തിരി പേര് വരുന്നുണ്ട് സിനിമയിൽ. ആരെയും കാത്തിരിക്കില്ല. നമ്മൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നോബി നാളെ ഫ്രീ ആണ്, ഇല്ല അടുത്ത ആളിനെ അപ്പോഴും വെക്കും അവർ. അല്ലെങ്കിൽ അങ്ങനെ ആയല്ലോ. നമുക്ക് കാര്യം കിട്ടുന്ന ഓരോ വേഷങ്ങളും ഭാഗ്യമാണ്. അത് എന്ത് പറയണം, അങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് വലിയ കാര്യം. ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടി എല്ലാവരും പറയുന്നൊരു സിനിമയാണ്. ചില ക്യാരക്ടേഴ്സൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ബിറ്റുകൾ നമ്മൾ തുണ്ട് സിനിമകളായിട്ട് കണ്ടു തീർക്കുന്ന ഒരു രംഗമാണ്. അതിൽ ഈ പറയുന്ന ഒരു കുറച്ചൊരു സെൻറ്റിമെൻറ്റ്സ് കൂടെ ഉള്ളപ്പോഴാണ് ഒരു ഗ്രിപ്പ് കിട്ടിയത്. ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ ഗ്രിപ്പ് കിട്ടില്ലേ? ആ സമയത്തൊക്കെ ആ ക്യാരക്ടറൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നോബി മനസ്സിൽ ചിന്തിച്ചിരുന്നത് എന്തായിരുന്നു? ആ സമയത്ത് എനിക്ക് അന്നൊക്കെ ഞാൻ അതിന് തൊട്ട് മുമ്പ് ചെയ്ത പടം ഷീറ്റ് ടാക്സി. അതിനകത്ത് ഈ 2 സൈഡും വെട്ടി ഇവിടെ മാത്രം മുടിയും വളർത്തിക്കൊണ്ടത് ഞാൻ ആ ലൊക്കേഷനിൽ നിന്നാണ് ഇവിടെ ചെല്ലുന്നത്. ലൈഫ് ചെയ്തത് ഇവിടെ ചെന്നത് വേറെ കാര്യം. കറക്റ്റ് നാട്ടും പ്രദേശത്തുള്ള ഞാൻ തങ്കച്ചന് പാഷാണം ദിലീപേട്ടൻ്റെ സുഹൃത്തുക്കളായിട്ട് അപ്പോഴൊന്നും ഞാനത് സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. അന്ന് ഈ സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഒരു വേഷം കിട്ടുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു സീരിയസ് ക്യാരക്ടറാണെന്ന് പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പടം കണ്ടപ്പോൾ ഇങ്ങനെ ആയിരുന്നല്ലേ. ഇപ്പോഴും നമ്മൾ കാണും, അയ്യോ ഇത്രയും സീരിയസ് ആയിട്ടൊരു വേഷമായിരുന്നല്ലോ ഞാനൊന്ന് ചെയ്തതെന്ന്. അന്നൊക്കെ നമ്മളെ തുടക്ക സമയമല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്ന് കഥ കേൾക്കണ്ടായിരുന്നു. കിട്ടണ വേഷം ചെയ്യുക, അത്രേ ഉള്ളൂ. എന്താണ് എൻ്റെ വേഷം എന്നൊന്നും ചോദിക്കില്ലല്ലേ. നമ്മൾ കിട്ടണതും അങ്ങനെ. അതും ജിത്തുവേട്ടൻ്റെ പടം, സുജോസഫിൻ്റെ പോലുള്ളൊരു ബ്രില്യൻ ഡയറക്ടർ നമ്മളൊന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്. നമ്മൾ എങ്ങനെയെങ്കിലും അഭിനയിച്ചാൽ മതി. അത് അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പം എൻ്റെ ക്യാരക്ടർ ഇതാണ് തോന്നുന്നത്. ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ഒരുപാട് ക്ലിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വേറൊരു സീനുണ്ട്. പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിൻ്റെ വയറ് കണ്ടിട്ട് ഞാൻ ദിലീപ് ഇങ്ങനെ കാണിക്കുന്നത്. അത് എന്നെ കൊണ്ട് ജിത്തോട്ടെ ക്യാമറ നോക്കട്ടെ, നിന്റെ മനസ്സിലെന്താണെന്ന് നോക്കട്ടെന്ന് പറഞ്ഞിട്ട് കുറേ പ്രാവശ്യം ചെയ്യിപ്പിച്ചു. അതിപ്പോഴും ക്ലിപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മീംസിലൊക്കെ ഇത്തരത്തിലുള്ള ലുക്സ് എടുക്കും നമ്മൾ ചില സിറ്റുവേഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര രസമാണ്. അത് കുറേ കാലം ഇത് നിൽക്കും. അതെ, അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഈ നിങ്ങൾ സുരാജേട്ടനും കൂടെ ഉള്ള ഗർഭശ്രീമാൻ എന്നല്ലേ, മറ്റേ ഗർഭിണിയാവുന്നു സുരാജ്, അത് വേറിട്ട ചിന്തയായിരുന്നു. പക്ഷെ അതിൽ കുറേ കോമഡി ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. ഇപ്പം കാണുമ്പോൾ തമാശയ്ക്ക് വേണ്ടി കാണിക്കുന്ന വേലകള് ലാംഗ്വേജ് ഒക്കെ വേറെ.
ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കണം ആ പടത്തിൽ. ഇപ്പം കാണുമ്പോൾ പക്ഷേ അന്ന് ഇച്ചിരി ഒതുക്കി ചെയ്യായിരുന്നു, അന്നങ്ങ് അഴിച്ചു വിട്ട് ചെയ്തിട്ട് കോമഡി കാണിക്കാൻ വേണ്ടി. ഞാൻ ഇപ്പം ഇരുന്ന് കാണുമ്പോൾ എനിക്ക് അയ്യോ ഇതിനെ ആൾക്കാർ കാണുമെന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ പഴയ കോമഡി സ്റ്റാർസിൻ്റെ ക്ലിപ്പ് വരുമ്പം അതിൻ്റെ അടിയിൽ പറഞ്ഞ കമൻ്റാണ് ഇവന്മാരിത് നിർത്താറായില്ലേ, പഴയ സാധനമാണ് ഇവന്മാർക്ക് ഇപ്പോഴും ഈ കോമഡി തന്നെയെന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. അപ്പം ഞാൻ ഇത് വരും വിചാരിച്ചു, ഇത് നമ്മളെ ഷേപ്പ് കണ്ടാൽ പോലും വീണ്ടും ഇത് വന്നോണ്ടിരിക്കും. അപ്പോഴൊക്കെ അവരുടെ സാധനങ്ങൾ തെരുവിൽ കിട്ടിക്കൊണ്ടുവരും. അത് വരും. ഇപ്പം പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഒരു ഇത് കാണുമ്പോൾ ചിരിക്കും. എന്നിട്ട് ഞാൻ നന്നായിട്ട് വിമർശിക്കുന്നവരുടെ അടിയിൽ ഞാൻ പോയി ചിരിയൊക്കെ കൊടുക്കാം. കാര്യം അതിപ്പോൾ ട്രെൻഡായല്ലോ, ഭയങ്കര ട്രെൻഡായി. ഇന്നിപ്പോൾ ഞാനൊരു സിത്താരയുടെ ഒരു സാധനം കണ്ടു രാവിലെ ഇരുന്നുണ്ട്, ഈ നെഗറ്റീവ് എഴുതുമ്പോൾ അടിയിൽ പോയി ചിരി കൊടുക്കാതെ. അപ്പോൾ ഇത് ആൾക്കാർ ഇനി വീണ്ടും റിപ്ലൈ ഒന്നും കൂടെ കൊടുക്കും. ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളവരാണ് ഈ കമൻറ്റ് എഴുതണം. ചിലതൊക്കെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഗ്രൂപ്പ് ഓഫ് കോൺഗ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇതേപോലുള്ള കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ചിരിച്ച് ചാവണ കമൻറ്റുകളുണ്ടെന്ന്. സത്യം ചിരി അത് ഒരു തമാശ കേട്ട് ചിരിക്കുന്നതിനേക്കാളും ഒരു ഒറ്റ കമൻറ്റ് വായിച്ച് കുറേ നേരം ഇത് പറഞ്ഞു ചിരിക്കും നമ്മൾ. അപ്പോൾ ആലോചിക്കണം ആ മനുഷ്യൻ്റെ ഹ്യൂമർ സെൻസ്. അതുപോലെ ഈ കമൻറ്റ് വായിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഓപ്പൺ സ്പേസിലാണ് ഇരിക്കണമെങ്കിൽ നമ്മൾ മാത്രം ഇങ്ങനെ പൊട്ടി നോക്കുന്ന പരിപാടിയാണ്. അത് ജോലിയൊക്കെ എത്രയോ പേരുണ്ടെന്നറിയോ. ഇതാർക്കും മുഖമില്ല, അതാണ് കുഴപ്പം. ചില പ്രശസ്തരൊക്കെ വേറെ ആയിരിക്കും ചെയ്യാറുണ്ട്. എനിക്ക് 1-2 പേരെ അറിയാം. ആണല്ലേ? വേറെ പ്രൊഫൈലിൽ നോക്കോളൂ, വേറെ പ്രൊഫൈലിൽ കേറുന്നു. ചിലപ്പോ അവനവൻ തന്നെ ട്രോളുന്ന ആൾക്കാരുണ്ടാവും. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വലുതായിട്ട് അറിഞ്ഞൂടാത്തോണ്ടേ ഈ സ്വന്തം സാധനത്തിലേ നോക്കാൻ പറ്റുള്ളൂ, വേറെ അങ്ങോട്ടും ഉണ്ടാക്കാനും പറ്റില്ല. കാര്യം ഒരു മെയിൽ ഐ ഡി പണ്ടുണ്ടാക്കിയത് അത് തന്നെ, വേറൊരു മെയിൽ ഐ ഡി ഉണ്ടായി തീർന്നു. കാര്യം മൊബൈലിൻ്റെ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് മറക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പാസ്പോർട്ടിൽ എഴുതിയിട്ടിട്ടുണ്ട് ഞാൻ സത്യം ഇടയ്ക്ക്. ഓക്കെ. ഞാൻ ഇടയ്ക്ക് മോൻ എടുത്ത് ഫോൺ കളിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് മാറ്റും. വൈഫ് അത് ലോക്ക് മാറ്റണേ, ആ ചെറുക്കൻ എടുത്ത് വെച്ച് ചെറുക്കൻ രാത്രി എടുത്തിട്ട് എൻ്റെ വെറുതെ വെച്ചിട്ട് രാത്രി ഇരുന്ന് കളിക്കും ഷീറ്റിൻ്റെ അടിയിൽ. അപ്പോൾ ഞാൻ വല്ലപ്പോഴും വീട്ടിൽ കാണും, അപ്പോൾ ഇതെടുത്ത് കളിക്കും. അപ്പം ഈ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് മാറ്റുമ്പോഴും ചെറുക്കൻ ഒന്ന് തട്ടും രാത്രി, എന്നിട്ട് വേറെ ഫോണിൽ വെച്ചിട്ട് ലോക്കിളൊക്കെ ഇട്ട് കളിക്കും. അപ്പോൾ ഈ ലോക്ക് മാറ്റും. അപ്പം നമ്മൾ കുറേ നാൾ വെച്ചേക്കുന്ന ലോക്ക് ഇത് മാറി പിറ്റേന്ന് ഞാൻ എണീക്കുമ്പോൾ ലോക്ക് മറന്നു. പിന്നെ ഞാൻ ഒരു ഇത് ഏതാ ലോക്കാണ്. അപ്പം ചെറുക്കൻ പറഞ്ഞു തരും ഇതാണ്. മറ്റത് രാത്രി കാണും ചിലപ്പോൾ ഇരുന്നു. അങ്ങനെയുള്ള പിള്ളേർ വേണം. ശരിക്കും ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ വന്നൊരു കാലഘട്ടം കുറച്ചൊരു ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. പക്ഷെ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ചിരിക്കാനും ഭയങ്കരമായിട്ട് ആസ്വദിക്കാനും. ഈ പഴയ കാലം സത്യത്തിൽ നമുക്ക് ഇപ്പോൾ പറയുന്ന പരുവത്തിലായത് ഇപ്പോൾ കുറച്ചുകൂടെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു സ്പേസിലായതുകൊണ്ടാണ്. കുറച്ചുകൂടെ നമുക്ക് പണിയുണ്ട്, വേഷങ്ങളുണ്ട്, പഴയ ഒരു ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയില്ല. പഴയ കാലഘട്ടം ആലോചിക്കുന്നത് പലപ്പോഴും ഇതേപോലെ കോമഡി പറയാൻ വേണ്ടിയിട്ടല്ലേ. എന്നാൽ പണ്ട് കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ പുതിയ തലമുറ കേൾക്കുമ്പോൾ പുതിയ തലമുറയല്ല, നമ്മുടെ പ്രായമുള്ളവരൊക്കെ കാണും ചുമ്മാ അവരൊക്കെ നമുക്ക് അറിഞ്ഞൂടെ എന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് എടുക്കുന്നത്. എന്നാലും നമ്മൾ അനുഭവിച്ചത്, നമ്മൾ കഷ്ടപ്പെട്ടത് നമുക്കേ അറിയാവും. പിന്നെ നമ്മളറിയാവുന്നവർക്കും അറിയാം നമ്മളെങ്ങനെ വന്നതാണ്, ഏത് രീതിയിൽ വന്നതാണെന്ന് നമ്മൾ അടുത്തറിയാവുന്ന ഒത്തിരി പേർക്കറിയാം. പലരും എന്നെ കാണുമ്പോൾ ഇവൻ ജാട, ഇവൻ്റെ ഞാൻ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവൻ ജാടയുടെ ഇവനൊക്കെ ജാട. അത് എന്നെ അറിയാവുന്നവരും എന്നെ അടുത്തറിയാവുന്നവരും ഒരിക്കലും പറയില്ല. എന്നെ അറിഞ്ഞുകൂടാത്തവരാണത് പറയുന്നത്. ചിലപ്പോൾ എൻ്റെ ലുക്ക് അങ്ങനെ ആയിരിക്കാം, എൻ്റെ നടത്തുന്ന കാലിൽ കമ്പിയുള്ളതാണ് എൻ്റെ നടത്തങ്ങനെ. എൻ്റെ അമ്മ എപ്പോഴും ഒന്ന് നേരെ നടയുന്നു. അമ്മ മരിക്കുന്നതിന് മുമ്പ് കാര്യം എനിക്ക് ഈ ആക്സിഡൻറ്റ് കഴിയുമ്പോൾ പക്ഷേ ഈ കാലിൽ കമ്പി നടത്തേക്കൊക്കെ വ്യത്യാസം വരും. എന്നെ പറഞ്ഞു നീ നേരെ നട. ഞാൻ അമ്മ നേരെ നടക്കാൻ പറ്റുമെന്ന് ഞാൻ ഇങ്ങനെ നടക്കും. അപ്പം ഇതേപോലെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഈ ഒരു നമ്മളെ ചില സമയത്ത് നമ്മളൊരു ക്ലിപ്പ് കട്ടൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്നതാണ് ഇവൻ്റെ ജാട, എന്ത് ജാടാണ് ഇവൻ്റെ ജാട തെണ്ടി എന്ന് പറയും. അപ്പം നമ്മൾ അറിഞ്ഞുകൂടാത്തവരായിരിക്കും, കുഴപ്പമില്ല. അത് നമ്മൾ ഒരു ദിവസം അവർ നേരിട്ട് കണ്ട് നമ്മൾ സംസാരിക്കുമ്പം തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. അതുകൊണ്ട് പിന്നെ അത് വലിയ കാര്യമൊക്കെയില്ല. കാര്യം നമ്മൾ വന്ന വഴി സിനിമയൊന്നും ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു അമ്മ. കാര്യം എൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ പരിപാടി കളിക്കാൻ മാത്രമായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു ട്രൂപ്പിൽ കയറുക. എത്ര ട്രൂപ്പിൽ, തിരുവനന്തപുരത്തുള്ള സകലമാന ട്രൂപ്പിലും പോയി ചാൻസ് വെച്ചുകൊണ്ട് നടന്ന് ഒരു കാലത്ത്. പിന്നെയാണ് എനിക്ക് അവസരം തന്നത് മണിക്കുട്ടൻ വെഞ്ഞാറമൂടെന്ന് പറഞ്ഞ പിന്നെ
മണിക്കുട്ടനാണ്. മണിക്കുട്ടൻ ഇപ്പോൾ നാടൻ പാട്ടും മണിക്കുട്ടൻ്റെ ട്രൂപ്പിലാണ്. മണിക്കുട്ടൻ ആദ്യമായിട്ട് സുരാജ് മണിക്കുട്ടനൊക്കെ ഒരുമിച്ചായിരുന്നു. ട്രൂപ്പിലാണ് ആദ്യമായിട്ട് എനിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു സാധനം തന്നതും. പിന്നെ അവിടെ നിന്നാണ് പിന്നെ അങ്ങോട്ട് പല ട്രൂപ്പുകാരും. കാര്യം നമ്മളത് പെർഫോമൻസ് ചെയ്താലേ വേറൊരാൾ നമ്മളെ വിളിക്കുള്ളൂ. വെറുതെ നമ്മൾ പോയി ചാൻസ് വെച്ചിട്ട് കാര്യമില്ല. കാര്യം നമുക്ക് സ്കൂളിൽ നമ്മൾ കഴിവ് തെളിയിച്ചിട്ടില്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ആകപ്പാടെ ചെയ്തത് ഈ പള്ളി സ്കൂളിലൊക്കെ ചെയ്യുന്ന നമ്മളെക്കാളും കഴിവുള്ളവരുണ്ട്. ഈ പള്ളിയിൽ കുറേ പരിപാടികളുണ്ട്. പള്ളിയിൽ ഈ കഥാപ്രസംഗം നന്നായിട്ട് പള്ളിയിൽ അത്യാവശ്യം ഇങ്ങനെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നു. അമ്മച്ചി അത്യാവശ്യം പള്ളിയിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഞാനും അമ്മയൊക്കെ പള്ളിയിൽ നാടകം കളിച്ചിട്ടുണ്ട് വർഷങ്ങൾ പണ്ട്. ആ സമയത്ത് അപ്പം അന്നൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ അവിടെ ഞാൻ പണ്ട് ആദ്യമായിട്ട് മിമിക്രി ചെയ്തിരിക്കുമ്പോൾ ഞാൻ ഒരു അച്ഛൻ, ഒരു ഷമ്മാശ്, അതായത് അച്ഛൻ പട്ടത്തിൽ പഠിക്കുന്ന ഒരു അച്ഛൻ ബാക്കിൽ നിന്ന് മൈക്കിൽ പുള്ളി സൗണ്ട് എടുത്ത് ഞാൻ ആക്ഷൻ മാത്രമേ കാണിച്ചുള്ളൂ. പണ്ട് ആദ്യമായിട്ട് ഞാൻ മിമിക്രി ചെയ്യണം. അപ്പോൾ ചേരുന്നു ഭയങ്കര ഷാക്കൻ്റെ ആയിരുന്നു. ആരടുത്തും പറയില്ലെന്ന് വരെ പറഞ്ഞിട്ട് പറയുന്നു, നീ ചെയ്തോ, ഞാൻ ബാക്കിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പുള്ളി സൈഡിൽ. അന്ന് ഭയങ്കര കൈഡിയായിരുന്നു, കള്ളത്തരം കാണിച്ച് അടിപൊളി. പുള്ളിയായിരുന്നു പിന്നെ അച്ഛൻ. അച്ഛൻ്റെ പേരെനിക്കിപ്പോൾ ഓർമ്മയില്ല. ഒത്തിരി വർഷമായി, ഇപ്പോൾ ഒരു 30 വർഷം അടുപ്പിച്ചാവും. എനിക്കൊരു 9-10 വയസ്സുള്ള. അപ്പോൾ കറക്റ്റ് വയസ്സും കിട്ടിയല്ല. ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അന്ന് ഭയങ്കരമായിട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും മിമിക്രി ആയത്. പിന്നെ ഈ അനുകരണങ്ങൾ ഭയങ്കര കുറവായിരുന്നു എനിക്ക്. അന്ന് ഞാൻ പറഞ്ഞില്ല, പുള്ളി ബാക്കിൽ നിന്ന് സൗണ്ട് എടുത്ത് തന്നുകൊണ്ടാണ് അന്ന് മിമിക്രി പേര് വന്നത്. ഈ അനുകരണങ്ങൾ ഭയങ്കര, പിന്നെ ഈ കൂടുതൽ പിന്നെ ഈ പെർഫോമൻസ് സ്കിറ്റുകളൊക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ കാണിക്കാമല്ലോ, അങ്ങനെ കാണിച്ചിട്ടാണ് ഇങ്ങനെ പണ്ട്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞ ഇപ്പം ഈ മോണോ ആക്ട്, കഥാപ്രസംഗം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത് എനിക്ക് ആദ്യമായിട്ട് മോണോ ആക്ട് പള്ളിയിൽ ചെയ്യണം. അപ്പോൾ പള്ളിയിൽ ഈ മോണോ ആക്ട് പഠിപ്പിക്കുന്ന ഈ ആര് പഠിക്കും. അപ്പോൾ അമ്മച്ചിക്ക് ഒരു ഇൻട്രസ്റ്റാണ് എങ്ങനെയും പ്രൈസ് വേണ്ടി. അങ്ങനെ വിജയൻ എന്ന് പറയും, വിജയൻ നമ്മളോട് എല്ലാം. അപ്പോൾ വിജയന് തിരക്കാണ്, വിജയൻ്റെ ജോലിയുണ്ട്. അപ്പോൾ ഞാൻ വിജയൻ്റെ അടുത്ത് അമ്മച്ചി വിജയൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ വൈകിട്ട്. അപ്പോൾ വിജയൻ പറയും, എനിക്ക് പഠിപ്പിക്കാം, പക്ഷേ ചേച്ചി എനിക്ക് അമ്മച്ചി അടുത്താണ് സമയമില്ല, ജോലിക്ക് പോകുന്നുണ്ടേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ റഹീമിനൊരു മോണോക്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ MB A റഹീം, റഹീമിന് ഞാൻ മോണോക്ട് പഠിപ്പിച്ചിട്ടുണ്ട്. റഹീമിൻ്റെ അടുത്ത് പറയാം അപ്പോൾ അങ്ങനെ റഹീമണ്ണനെ കാണാൻ പോയി. റഹീമണ്ണൻ എൻ്റെ നെയ്ബറാണ്. അതാണ് ഗുരു. അപ്പം റഹീമണ്ണൻ അന്ന് സ്കൂളിൽ കളിച്ച മോണോക്ടാണ്. അത് ക്രിസ്ത്യൻ സബ്ജക്റ്റാണ്, ഈ യുദാസിൻ്റെ ഇതാണ്. പുള്ളി സ്കൂളിൽ കളിച്ച് പ്രൈസ് മേടിച്ചത്. അങ്ങനെ റഹീമണ്ണൻ എന്നെ ആ മോണോക്ട് പഠിപ്പിച്ചു. ഞാൻ പള്ളിയിൽ കളിച്ച് പ്രൈസ് മേടിച്ചു. അങ്ങനെ ഈ മോണോക്ട് ഒരു 8 വർഷം ഞാൻ ഓടിച്ച് പ്രൈസ് മേടിച്ച്. പിന്നെ ഞാൻ കുറേ പേർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ പ്രൈസ് മേടിച്ചു. അങ്ങനെ പിന്നെ റഹീമണ്ണനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്കൂളിൽ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥി, സ്കൂൾ ലീഡറായിരുന്നു. പിന്നെ സ്കൂളിൽ നാടകം കളിക്കും. അപ്പം നമ്മളെ സ്കൂളിൽ നാടകം കളിക്കും. നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള അണ്ണെന്ന് പറയുമ്പോൾ നമുക്ക് ഇതുണ്ടല്ലോ, റഹീമൻ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പുള്ളിയായിരുന്നല്ലോ സ്കൂൾ ലീഡർ. അതൊന്ന് അന്ന് നമുക്ക് പോയി പറയാം, അണ്ണാ എന്നാ മറ്റേ ക്ലാസ്സിൽ ഇതൊക്കെ പറയാമല്ലോ, ധൈര്യം ഉണ്ടല്ലോ വീട്ടിൻ്റെ അടുത്ത്. അപ്പം അന്ന് ഇതേപോലെ കാണുമ്പോൾ നമുക്ക് പുള്ളിയുടെ അടുത്തുള്ളൊരിതുണ്ട്. കാര്യം നമ്മളെ ഒരുമിച്ചൊരു ക്ലബ്ബിലാണ് വർക്ക് ചെയ്യുന്നതും. കാര്യം നമ്മളെ തുടക്കം മുതലേ നല്ല സപ്പോർട്ടീവ്. ഇപ്പോഴും എൻ്റെ ഏത് സിനിമ കണ്ടാലും കണ്ടിട്ട് അപ്പോഴും വിളിച്ച് പറയും, ഏത് പരിപാടി കണ്ടാലും വിളിച്ച് പറയും. അപ്പം റഹീമണ്ണനെ ട്രോളുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളടുത്ത കുറേ സുഹൃത്തുക്കൾ. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വിഷയം വന്നു, ട്രോളി. അവരെ അങ്ങോട്ട് ഫോണിൽ വിളിച്ചിട്ട് പുള്ളി ചിരിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ നിൻ്റെ ഒരു കൂട്ടുകാരെ എന്നെ ഇങ്ങനെ ചെയ്തത് കൊള്ളാൻ കേട്ടോ, പറഞ്ഞേക്കണേ ഒന്ന് പറഞ്ഞിട്ട് പുള്ളി പോസിറ്റീവായിട്ട് പുള്ളി. പിന്നെ പുള്ളി ചിരിച്ചുകൊണ്ട് തന്നെ അറിയുന്നത്. ഇടയ്ക്ക് അഖിൽ കവലയൂർ അറിയാലോ, അഖിൽ ഞങ്ങളെല്ലാം കൂടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് അഖിലിന് റഹീമണ്ണൻ്റെ ഒരു ചായയുണ്ട്. അപ്പം ഇൻ്റർവ്യൂ ചെയ്ത ആ ചേട്ടൻ പറഞ്ഞു, അഖിലിനൊരു റഹീമിൻ്റെ ചായ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അന്ന് ഇതേപോലെ പറഞ്ഞു, ഞാൻ പറഞ്ഞ് എൻ്റെ ആദ്യത്തെ എൻ്റെ സാറാണ് എന്നെ മോണോക്ട് പഠിപ്പിച്ച സാറാണ് റഹീമണ്ണെന്ന്. അന്നാണ് ഞാനത് വെളിപ്പെടുത്തിയത്. അഭിമാനിക്കാം ഇങ്ങനെ ഒരു കലാകാരനെ ഉണ്ടാക്കിയതിൽ. ഞങ്ങൾ ഒരുമിച്ച് നാടകം കളിക്കുമായിരുന്നു. റഹീമണ്ണൻ നമ്മളെ ക്ലബിൻ്റെ പരിപാടികൾക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച്, റഹീമണ്ണൻ, ഞാൻ, നമ്മുടെ കിടിലൻ ഫിറോസ്, RJ ഫിറോസും, ഞങ്ങളെല്ലാം കൂടെ. ഫിറോസിൻ്റെ ചേട്ടനാണ് റഹീമണ്ണൻ. അങ്ങനെ റിലേഷനുണ്ട്. അതെനിക്കറിയില്ല. അതെ അങ്ങനെയാണ്. ഞങ്ങളെ ഒരുമിച്ചായിരുന്നു പണ്ട്. കാര്യം ക്ലബിൻ്റെ മത്സരങ്ങൾക്കൊക്കെ പോകുമ്പോഴേ അതൊരു കഥയുണ്ടല്ലോ. അതായത് ഇപ്പോൾ ക്ലബിൽ ഫിറോസ് മിമിക്രി ചെയ്യും, ഫിറോസ് മിമിക്രി മോണോക്ടൊക്കെ ചെയ്യും. അപ്പോൾ പണ്ട് ക്ലബിൽ നിന്ന് ഭയങ്കര കോമ്പറ്റീഷനാണ്. അവിടെ നിന്ന് ക്ലബിൽ ഇത്ര ആൾ വരും, ഇവിടെ നിന്ന് പോകും, ഞങ്ങൾ പോകും, ഇവിടെ നിന്ന് പോത്തും കൂടെ ഒക്കെ ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ പോകുമ്പോൾ ചോറൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് അവിടെ മിമിക്രി കോമ്പറ്റീഷൻ. അപ്പോൾ എനിക്ക് മിമിക്രി
എനിക്ക് അത്യാവശ്യം എൻ്റെ ശബ്ദം നല്ല ഡെപ്ത് സൗണ്ടായിരുന്നു. അപ്പോൾ ഈ മോണക്റ്റൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ എൻ്റെ മിമിക്രി കയറി രണ്ടും ചുമ്മാ വെറുതെ സൗണ്ട് പറഞ്ഞാൽ മതി. അന്ന് ഫിറോസാണ് മിമിക്രിക്ക് ഇത്. അപ്പോൾ എൻ്റെ വേറെ 3 പേരുണ്ട്, 3 പേര് മത്സരിക്കണം. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുള്ളൂ. അപ്പോൾ പോയിന്റ് കൂടുതലൊക്കെ എന്നെ നിർബന്ധിച്ച് കേരള പേര് കൂടെ നീ വെറുതെ ഒന്നും ചെയ്യണ്ട, വെറുതെ കയറി രണ്ടെണ്ണം പറയും. അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മിമിക്രിക്ക് പേര് കൊടുത്തു. ഞാൻ ടെൻഷനായി ദൈവമേ. അപ്പം പറയും കുഴപ്പമില്ല, നീ 2 സൗണ്ട്. അങ്ങനെ ഞാൻ സൈഡിൽ പോയി 2 സൗണ്ടൊക്കെ ഇങ്ങനെ പഠിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചിട്ട് മത്സരം ഭയങ്കര കോമ്പറ്റീഷൻ. ഏകദേശം 10-15 ക്ലബിൻ്റെ പരിപാടിയല്ലേ. നട്ടുച്ചയ്ക്കാണ് റോഡിൻ്റെ സൈഡിൽ സ്റ്റേജ് കെട്ടി വെയിൽ വന്ന് കണ്ണിലടിക്കണ സമയത്ത് അപ്പോഴും ആൾക്കാർ സൈഡിലേക്ക് ഇരുന്ന് കാണുന്നുണ്ട്. മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഫിറോസ് ഞങ്ങളെല്ലാവരും മത്സരിച്ച് മിമിക്രിക്ക്. അന്ന് മിമിക്രിക്ക് ഫസ്റ്റ് എനിക്ക്. ഞാൻ ഇതങ്ങനെ ശരിയാവും. അങ്ങനെ അന്ന് വൈകുന്നേരം എനിക്കിപ്പോഴും ഒരു മാഗ്നറ്റോ, ട്രിവാൻഡ്രം മാഗ്നറ്റോടെ പരിപാടിയാണ് ആ ക്ലബ്ബിൽ. അപ്പോൾ പറയും ഫസ്റ്റ് കിട്ടിയവരെല്ലാം പരിപാടി ഇതിൽ. ഞാൻ വന്നില്ല, ഞാൻ വലിയ ഞാൻ പ്രൈസ് പോലും മേടിക്കത്തൊന്നുമില്ല, ഞാൻ വലിച്ചില്ല. കാര്യം അപ്പം ഫിറോസാണ് അന്ന് ചെയ്തത്. കാര്യം മിമിക്രിയല്ലേ, അവിടെ കയറി പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചാൻസ് കൊടുത്താലോ. ഞാൻ വലിക്കണം, എനിക്ക് പേടിയായി പോയി. രാത്രി അവരെ ട്രൂപ്പിൻ്റെ മുമ്പ് ഞാൻ വലിക്കണം. ഞാൻ ട്രക്കർ കയറി നേരെ കിട്ടിപ്പോയി. ഇവർ അന്ന് വിളിക്കാൻ പോകണമെന്നില്ലല്ലോ. പിന്നെ എന്തൊരു വേലയുടെ കാണിച്ചു രാവിലെ വന്നിട്ട് അവിടെ അവർ അമ്മ ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നത് വല്ല ചാൻസ് ഒന്നും കിട്ടില്ല. അയ്യോ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല. അന്ന് ശരിക്കും എന്താ അനുകരിച്ചത്? എന്തൊക്കെയോ ഞാൻ പറഞ്ഞില്ല. ഒരാളെ പെട്ടെന്ന് കയറി മിമിക്രിക്ക് ചെയ്യാൻ പറയുമ്പോൾ ഉള്ള അവസ്ഥ അറിയല്ല. പിന്നെ അന്ന് ആ സൈഡിൽ നിന്ന്, ആ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെയോ കേട്ടത് എന്തൊക്കെയോ ഓർമ്മിച്ചെടുത്ത് അങ്ങനെ 2 ദിവസം ഡയലോഗും ഓർമ്മയില്ല. അതൊക്കെ ഇങ്ങനെ പഠിച്ച് കയറി അങ്ങ് ചെയ്തു. എന്തിനാണ് ഒരു തേടങ്ങനെ കിട്ടുക, 1 പോയിന്റ് കിട്ടുക. 5, 3, 1 പോയിന്റ്. ഫസ്റ്റ് കിട്ടിയ 5 പോയിന്റ്, സെക്കൻഡിന് 3, തേർഡിന് 1. ആ 1 പോയിന്റിന് കിട്ടിയാൽ നമ്മൾ ഈ ലാസ്റ്റ് ടാർഗറ്റ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരമാണല്ലോ, അതിന് 1 പോയിന്റ് എടുത്ത് കൊടുത്താൽ വലിയ കാര്യമായല്ലോ. അതിന് വേണ്ടി കയറിയതാണ്. റഹീമുമായിട്ടുള്ള പിന്നീടുള്ള ബന്ധം ഈ അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊന്നും അന്ന് പ്രവർത്തിച്ചിരുന്നില്ല? ഞാനോ? CPM-ന്റെ SFI-ലൊന്നും ഉണ്ടായിരുന്നില്ല? സ്കൂളല്ലല്ലേ, ഞാൻ കോളേജൊന്നും പഠിച്ചിട്ടില്ല. സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ ടെക്നിക്കൽ സൈഡ് എൻ്റെ വീട്ടുകാർ വിട്ടത്. ഞാൻ ഇപ്പം രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് സ്വിച്ചിട അറിഞ്ഞൂടാത്ത തന്നെ ടെക്നിക്കൽ സൈഡിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും റേഡിയോ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ റേഡിയോയുടെ സ്റ്റേഷൻ മാറ്റാൻ പറഞ്ഞാൽ എനിക്ക് തെറ്റിപ്പോകുമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അത് എന്നെ പഠിക്കാൻ വിട്ടതാണ്. AC മെക്കാനിക്കൽ വിത്ത് ട്രാഫിക് സിഗ്നൽ ലൈറ്റിൻ്റെ. ഇപ്പോഴും ട്രാഫിക് റൂൾ തെറ്റിച്ചോട്ടിക്കുന്നത് ഞാനാണ്. ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഞാൻ പോയില്ലണ്ണ. ഞാൻ 2 ദിവസം പോയിട്ട് ഞാൻ നിർത്തി കളഞ്ഞു. പറ്റില്ല, എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. അന്നും മനസ്സ് നിറച്ച് ഏതെങ്കിലും ട്രൂപ്പിൽ കയറണമെന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു. അതായിരുന്നു ഉള്ളിൽ മൊത്തം. അല്ല, പക്ഷേ മിമിക്രിയെ പേടിച്ച ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ എങ്ങനെയാണ് ഈ കറക്റ്റ് സ്റ്റേജിലേക്ക് എത്തി? എനിക്കതാണ്. പിന്നീട് ഞാൻ സ്കൂളിലൊക്കെ നാടകം കളിക്കും. ഞാൻ പണ്ട് സ്കൂളിൽ ഒരു നാടകത്തിന് ഞാൻ കളിക്കുന്ന സമയത്ത് ഞാനാണ് മെയിൻ വില്ലൻ. ഒട്ടിപ്പ് മീശയും വെച്ചിട്ട്, അപ്പോൾ ഒരു സ്കൂൾ പിള്ളേരുടെ ഫ്രണ്ടില്ലേ നമ്മൾ പഠിക്കുന്ന ഈ ഒട്ടിപ്പ് മീശയും വെച്ചിട്ട് രാവിലെ മേക്കപ്പ് ചെയ്യും, എന്നിട്ട് അവിടെ കിടന്ന് കറങ്ങും. അതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ പിന്നെ ഒരാളെ കുത്തിക്കൊല്ലാൻ വന്ന് ഓടി വന്ന് തെന്നി വീണ്. അത് ഞാൻ അതിന് ബെസ്റ്റ് കൊമേഡിയൻ എനിക്ക് കിട്ടി സ്കൂളിൽ. ആ വർഷം ആൾക്കാരെല്ലാവരും ചിരിക്കുന്നുണ്ടാ. ഈ മറ്റേ ഓടി വരണം. അപ്പോൾ ഈ സ്ലിപ്പ് നമ്മൾ പിള്ളേരല്ലേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ ചെറുക്കി വീണിട്ട് അന്ന് സീരിയസ് ആയിട്ട് ഓടി വന്നു മറിഞ്ഞു പോകണം. അപ്പോൾ ചിരി എല്ലാവരും. പിന്നെ ഞാനും ചിരിച്ചു. ഈ ചിരിക്കുമ്പോൾ മീശ ഇളവും അപ്പോൾ ഒരു സൈഡ്. അപ്പം ജഡ്ജസും ചിരിച്ചു. അതിന് മികച്ച കൊമേഡിയനായിട്ട് എനിക്ക് അന്നത്തെ അനൗൺസ്മെൻ്റ് അല്ല അത്, നമ്മൾ പിന്നെ തിങ്കളാഴ്ച ചെല്ലും അവിടെ എഴുതി വെച്ചേക്കാണ്. ബോർഡിൽ പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെച്ചേക്ക് ഏതിനൊക്കെ പ്രൈസ്, ഏതിനൊക്കെ അനൗൺസ്മെൻറ്റ്. പേരങ്ങനെ കേൾക്കാനുള്ള ഒരു വിധി ഉണ്ടായിട്ടില്ല. ഒട്ടിച്ച് വെച്ച് വായി. അതിൽ സന്തോഷമുണ്ട്. പിന്നെ അസംബ്ലിക്ക് സർട്ടിഫിക്കറ്റും തരുമായിരുന്നു. അത് പിന്നീട് ഒരു ട്വിസ്റ്റ് ആയിട്ടുണ്ടാവും, ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടാവും. അതായിരിക്കാം. പിന്നെ അന്നൊക്കെ ഈ ഉത്സവ പറമ്പിൽ ഏറ്റവും മിമിക്സ് അല്ലാണ്. ഈ മിമിക്രി വരുമ്പം എങ്ങനെയെങ്കിലും അതിപ്പം ഈ രസികയുടെയൊക്കെ പരിപാടിയൊക്കെ വരണം, ഇഷ്ടംപോലെ വരും. അപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും മിമിക്രി ആണെന്നോ, അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കയറുക, അതിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്ന് സുരാജൻ്റെ പരിപാടി ഉണ്ട്, ചെറിയ പരിപാടി. സുരാജണ്ണൻ, നമ്മൾ സെന്നൻ നല്ലതാണ് ഞാൻ സെന്നണ്ണൻ. പിന്നെ നമ്മൾ ചേട്ടനുണ്ട് നിഖിൽ, പുള്ളി, മണിക്കുട്ടൻ, ഇവരെല്ലാവരും കൂടെ ആയിരുന്നു ഒരുമിച്ച് മിമിക്രി ചെയ്ത സമയത്ത്. അപ്പം അന്ന് പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് നിഖിലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി കുറേ മിമിക്രിയുടെ സാധനങ്ങളൊക്കെ പണ്ട് പഠിപ്പിച്ച് അങ്ങനെയൊക്കെ തരും. അങ്ങനെ ട്രൂപ്പിൽ കയറാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ്.
അങ്ങനെയാണ് ഈ മണിക്കുട്ടൻ ഞാൻ പറഞ്ഞത്, എനിക്ക് അവസരം കിട്ടി ആ ട്രൂപ്പിൽ കയറിയിട്ട് ആ ട്രൂപ്പിൽ ഇപ്പോഴും ആ പോസ്റ്റർ എനിക്ക് എൻ്റെ സുഹൃത്ത് അയച്ചു തരുന്നുണ്ട്. ആദ്യമായിട്ട് ആ ട്രൂപ്പിൽ കയറുന്ന സമയത്ത് നമ്മുടെ അനീഷ് റേങ്കീഴ്, മരിച്ചുപോയ മോനി അണ്ണൻ, മോനിലാൽ അണ്ണനും അനീഷ് അണ്ണനാണ് അന്ന് ലീഡ് ചെയ്തത് ആ പരിപാടി. അപ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് കയറണം വലിയ സാരഥി, തിരുവനന്തപുരം സാരഥി എന്നാണ് ആ ട്രൂപ്പിലായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി. അപ്പോൾ അതിനകത്ത് പോസ്റ്റർ എപ്പോഴും ഉണ്ട്, എൻ്റെ ഫോട്ടോ ഏറ്റവും താഴെ, അത് ആർട്ടിസ്റ്റുകളുടെ ഇടയിലല്ല, ഇനി താഴെ ടെക്നീഷ്യൻസിന് വയ്ക്കുന്നതിൻ്റെ അടിയിൽ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ വലിയ പോസ്റ്ററിൽ വരിക, അത് ഭയങ്കര സന്തോഷമുണ്ട്. ചായക്കടയിൽ അന്ന് എല്ലാ ചായക്കടയിലും എല്ലാ സ്ഥലത്തും ഇത് ഒട്ടിക്കുമല്ലോ, നമ്മൾ കൊണ്ടുപോകും. പോസ്റ്റർ അടിച്ചതിൻ്റെ പിറ്റേന്ന് ചെല്ലുമല്ലോ ഇത് മേടിക്കുക, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കും, അടുത്തുള്ള ചായക്കട ഒട്ടിക്കുക. അത് ഭയങ്കര ഹാപ്പിയല്ലേ. ഇന്ന് പോസ്റ്ററൊന്നുമില്ല, ഇന്ന് വാട്സപ്പിൽ അയച്ചു കൊടുക്കില്ല ഒരു ഇതുണ്ട്. അപ്പോൾ മറ്റത് ഈ പോസ്റ്റർ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ശിവകാശി എന്ന് വരണം, ഇങ്ങനെ കാത്തിരിക്കും ഇത് എന്ന് വരും പോസ്റ്റർ ഇത്. അപ്പം ആ ഒരു സന്ദർഭം ഈ ഫോട്ടോ ചെറിയ ഫോട്ടോയാണ് എൻ്റെ. അപ്പം ഞാനും ഷിബു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, കുറ്റിച്ചൽ ഷിബു, ബാക്കി അതിനകത്തുള്ള ആർട്ടിസ്റ്റുള്ള ഫോട്ടോ എല്ലാം വലുതായിട്ട്. അതിലൊന്നും സാരമില്ല, എൻ്റെ താഴെങ്കിലും വരണം, എവിടെയെങ്കിലും വന്നാൽ മതി. എന്നിട്ട് ആ വർഷം എനിക്കൊരു സ്കിറ്റ് തന്നു മണിക്കുട്ടൻ. അന്ന് മണ്ടന്മാരായ കൊള്ളക്കാർ, അതായിരുന്നു അതിൻ്റെ ക്ലൈമാക്സ് സ്കിറ്റ്. 3 മണ്ടത്തരം കാണിക്കുന്ന അതിനകത്തൊരാൾ ഞാനായിരുന്നു. അത് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത സ്കിറ്റായിരുന്നു. ഭയങ്കര രസം, ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വരുമായിരുന്നു. അന്നാണ് ഞാൻ മുടിയൊക്കെ വളർത്തിയിട്ട്, കാര്യം വേറെ ഷേപ്പൊന്നും ചെയ്യേണ്ട. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഈ സ്കിറ്റ് കാണാൻ വേണ്ടിയിട്ട് റെക്കോർഡിംഗ് ആണത്, വാമനവരം മണിയണ്ണൻ എഴുതിയതാണ് ആ സ്കിറ്റ്. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഏറ്റെടുത്തു. അവിടെയാണ് സത്യത്തിൽ നമ്മുടെ ഒരു തുടക്കം ഈ വേദിയിൽ. പിന്നെ പിറ്റേ വർഷം അതേ സാരഥി തന്നെ ഞാൻ കളിച്ചത്. അപ്പം പിറ്റേ വർഷം മണിക്കുട്ടൻ, എടേ വേറെ ട്രൂപ്പിലും പോകല്ലേ, ഇവിടെ തന്നെ ഇവിടെ തന്നെ നിൽക്കണ്ട, 50 രൂപ കൂടെ കൂട്ടിത്തരും. അത് അത്രയാണ്, 50 രൂപ കൂടെ കൂട്ടിക്കിട്ടി ഭയങ്കര സാലറി അല്ലേ. 50 രൂപ കൂടെ കൂട്ടിക്കിട്ടി. അന്ന് എൻ്റെ പോസ്റ്ററിങ് അത് മെയിൻ 5 ആർട്ടിസ്റ്റിൻ്റെ ഇടയിൽ ഫസ്റ്റ് എൻ്റെ ഫോട്ടോ ആയിരുന്നു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് തല വെട്ടിക്കേറ്റാണ്, എൻ്റെ തല വെട്ടിയിട്ട് ആളവന്താനില്ല കമലഹാസൻ്റെ ബോഡി എടുത്ത് വെച്ചിട്ട്, അന്ന് കമലഹാസൻ നന്നായിട്ട് മറ്റേ ബോഡിയൊക്കെ ബിൽഡ് ചെയ്തിട്ടൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ആളവന്താൻ 2 ക്യാരക്ടർ. അപ്പോൾ അതിനകത്താണ് എൻ്റെ തല ഇത് കൊണ്ട്. പിന്നെ ഈ പോസ്റ്റർ കൊണ്ട് ആൾക്കാരെ കാണിക്കണമായിരുന്നു നമ്മളെ ഇത്. അന്ന് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റില്ലല്ലോ, നമുക്കില്ലല്ലോ അന്ന് എവിടെയെങ്കിലും ഒട്ടിക്ക് ആൾക്കാർ കാണുക. മെയിൻ ചായക്കടകളിലാണ് ഇത്. അങ്ങനെ മെയിൻ ചായക്കട തിരക്കിലാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് നമ്മൾ. അതായത് അവിടെ വെച്ചപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇച്ചിരി പശയൊക്കെ വെച്ച് ഒട്ടിച്ച്, അങ്ങനെ മറ്റത് ഒട്ടിക്കാൻ സമയമില്ല, ടേപ്പൊന്നും ഒട്ടിക്കാൻ സമയം, പെയിൻ്റ് ഇളവെന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് കുറേ വർഷം കഴിഞ്ഞ് ചെല്ലുമ്പോഴേ ഈ ചായയുടെ പുകയൊക്കെ അടിച്ചിട്ട് ഒരു കളർ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ അപ്പോഴും നമ്മൾ തന്നെ തുടയ്ക്കുക, തലേറവിടെയൊക്കെ ചെറിയ പൊടിയാണ് ഇത്. പിന്നെ നമ്മൾ ചില സ്ഥലത്ത് ട്രൂപ്പിൻ്റെ പരിപാടിക്ക് പോകുമല്ലോ, ട്രൂപ്പിൻ്റെ പരിപാടിക്ക് വണ്ടിയൊക്കെ നമ്മൾ നേരത്തെ ചെല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ പോകും ആ ജംഗ്ഷനിലൊക്കെ. അതൊക്കെ ഭയങ്കര അനുഭവമാണ്. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോയിട്ട് വണ്ടി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ആ ജംഗ്ഷനിൽ, അമ്പലത്തിൻ്റെ അടുത്തുള്ള ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ നമ്മളെ പോസ്റ്റർ അവിടെ ഒട്ടിച്ചേക്കായിരിക്കും ആ ചായക്കടയിൽ. അപ്പം നമ്മൾ അതിൻ്റെ താഴെയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ചായ കുടിക്കും അങ്ങനെ കാണാം. അതൊക്കെ ഭയങ്കര അതെ അതെ അതെ. അപ്പം സത്യം അത് ആസ്വദിക്കുന്നു ഭയങ്കരമായിട്ട്. സുഖമാണ്. എന്നിട്ടുണ്ട് പണ്ട് പിന്നെ ഉത്സവപ്പറമ്പിൽ പോകുമ്പം കമ്മറ്റിക്കാർ വരുമായിരുന്നു ഈ പോസ്റ്റർ കൊണ്ട്. ഇവിടെ ടെക്നീഷ്യനാണ് ആളുണ്ടല്ലോ, പുള്ളി ഉണ്ടോ? ഉണ്ട് കേട്ടോ, പുള്ളി ഇവിടെ, പുള്ളി സൗണ്ടിൻ്റെ ആളാണ്, അവിടെ ഉണ്ടല്ലേ, ഇയാൾ തന്നെയല്ലേ? ഒരാളില്ലെങ്കിൽ ഞങ്ങൾ പൈസ കട്ട് ചെയ്യും. ഈ പരിപാടിയുടെ സംഘാടകരുമായിട്ടുള്ള കുറെ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലേ, ഈ ക്ലാഷ് കംപ്ലീറ്റ്? ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി. ഒരു ട്രൂപ്പിൻ്റെ കൂടെ ഒരു ആർട്ടിസ്റ്റ് വന്നില്ല. അപ്പം എന്നെ ഒരാൾ വിളിക്കാൻ, അന്ന് ഞാൻ ട്രൂപ്പിൽ കയറിയിട്ടില്ല കേട്ടോ. ചെറിയ പരിപാടികളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ആർട്ടിസ്റ്റ് വന്നില്ല. അപ്പോൾ ആരെ പറഞ്ഞാൽ ഇങ്ങനെ പയ്യുണ്ട് അവിടെ ഉണ്ട്, അവനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് എനിക്ക് പറഞ്ഞു തരികയാണ്, തൃശ്ശൂർ ചാവക്കാടാണ് പ്രോഗ്രാം, അങ്ങനെ ട്രൂപ്പിൻ്റെ വണ്ടി ഇരിക്കണം, കുറേ ആയിട്ട് ചിലപ്പോൾ എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെയാണ്. അല്ലാണ്ട് നമ്മളെടുത്ത് ഇങ്ങനെ സാധനമുണ്ട്, അത്ര വിളിച്ച് ചെയ്താൽ മതി. ഞാൻ ശരി. അന്ന് സിനിമാല കത്തി നിൽക്കുന്ന സമയമാണ്. സിനിമാലയിലെ 2 പേരാണ് ഇത് അതിൽ ഗസ്റ്റ്. നമ്മളെ ട്രൂപ്പിൻ്റെ ട്രൂപ്പിൻ്റെ എൻ്റെ ട്രൂപ്പല്ല, ഞാനൊരു ട്രൂപ്പിൽ പോയതാണേ. അവർ 2 പേരും ഇതിൽ ഗസ്റ്റ്. പരിപാടി ടിക്കറ്റ് പ്രോഗ്രാം കണ്ടായിരുന്നു. പരിപാടി വട്ടം പൊളിഞ്ഞിട്ട്
ഞാൻ അന്ന് വേദിയമേ നിർത്താല്ലേ, ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. നമ്മളൊന്നും അന്നൊന്നുമില്ല, പക്ഷേ അവന്മാർ വിരട്ടി, എല്ലാവരെയും പിടിച്ച് വിരട്ടി. ഞാനും അതിനകത്ത് അകപ്പെട്ടു. വിരട്ടി സ്റ്റേജിൻ്റെ ബാക്കിൽ വന്നിട്ട് വന്ന് ഞാൻ കമ്മറ്റിക്കാരെ ഞാൻ പേടിച്ചത്. വിരട്ടി തകർത്ത് കളഞ്ഞെന്നാ, തകർത്ത് കളഞ്ഞ് വിരട്ടി കൊന്നില്ലെന്നേ ഉള്ളു. അത്രയ്ക്ക് പറഞ്ഞ് വണ്ടി കയറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് എന്തെന്നറിയുമ്പോൾ എനിക്ക് മാനസികമായിട്ട് ഞാൻ ഭയങ്കര നിർത്തിയാലോ, ഇനി വേണ്ട ഇതൊന്നും. അന്ന് വലിയ പ്രായമില്ല. ഞാൻ എവിടെ ഇറങ്ങിയെന്നറിയോ? തിരിച്ചു വന്നിട്ട് ആശ്രമത്തിൽ ഇറങ്ങി. ഒരാഴ്ച ധ്യാനം കൂടി ഞാൻ ധ്യാനം കൂടിയിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ വന്നു. സത്യം മാനസികമായിട്ട് ഞാനങ്ങ് ചെയ്തു, വേണ്ട ഇതെല്ലാം ഞാൻ അങ്ങനെ ആശ്രമത്തിൽ പോയി ഒരാഴ്ച ധ്യാനം കൂടിയിട്ട് തിരിച്ചു വന്നു. സത്യം അന്ന് അപ്പോൾ ഒക്കെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ സത്യമുണ്ട്. എനിക്ക് ഭയങ്കര വലിയ പരിപാടി. ഞാനൊന്നും ജനം അപ്പം ഒന്ന് ഞാൻ പ്രൊഫഷണൽ ട്രൂപ്പിലില്ല, ഞാനൊന്നും ആളും കൂടി ഷൈൻ ചെയ്യാം. ചെറിയ വേഷമാണ്, അത് മതി, അത്രയും കിട്ടിയാൽ മതി. അന്നെന്തോ ആ പൈസ കിട്ടിയില്ല ഞാൻ. പക്ഷേ ഇറങ്ങി ഞാൻ നേരെ ചാലക്കുടി ഇറങ്ങി ആശ്രമത്തിൽ ഒരാഴ്ച ധ്യാനം. ഈ അച്ഛൻ ഹാർമോണിയം വായിക്കുന്ന ഇതുണ്ടായിരുന്നു, അതേപോലെ അമ്മയ്ക്ക് പാട്ടും ഉണ്ടായിരുന്നു. അമ്മ പാടും. ആ ഒരു കലയുടെ കുറച്ചൊരു ഏരിയാസ് ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുമോ? അപ്പനും അത്യാവശ്യം പാടും, അമ്മ അത്യാവശ്യം പാടും. എനിക്ക് പാടാൻ കഴിവില്ല, കൂട്ടത്തിൽ പാട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ. അപ്പോൾ പണ്ട് വീട്ടിൽ ഈ പ്രാർത്ഥനയൊക്കെ ഉള്ളത്, ഈ സന്ധ്യാപ്രാർത്ഥന ഉള്ള സമയങ്ങളാണ്. അപ്പോൾ ഈ സന്ധ്യാപ്രാർത്ഥന ഉള്ള സമയത്ത് അമ്മ പാടും, അപ്പോൾ ഹാർമോണിയം വായിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ ഇതൊക്കെ. പിന്നെ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. പിന്നെ പപ്പയുടെ ഞാൻ പിന്നെ ഇടയ്ക്ക് ഹാർമോണിയം വായിക്കുമായിരുന്നു. പപ്പ ഇങ്ങനെ കുറേ പഠിപ്പിച്ചു. ഞാൻ അങ്ങനെ ചില സമയത്ത് പപ്പ ടാപ്പിംഗ് ആണ്. അപ്പം അപ്പന് ഈ രാവിലെ വെട്ടാൻ പോകണോണ്ട് ചില സ്ഥലത്ത് പരിപാടിക്ക് പോകാൻ പറ്റില്ല. അപ്പം നിൽക്കലാമ്പളൊക്കെ ഞാനായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഹാർമോണിയം വായിക്കാനായിട്ട്. ഒരുപാട് വർഷമായി. പിന്നെ ഈ അന്നൊക്കെ സ്കൂൾ കലോത്സവത്തിനൊക്കെ നാടോടി നൃത്തം ഇങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ലൈവ് ഓർക്കസ്ട്ര ആയിരുന്നല്ലോ. അന്ന് ഹാർമോണിയം, തബല, ട്രിപ്പിൾ ഡ്രം, ഇത്ര 3 ഇൻസ്ട്രുമെൻറ്റ്സ് പാട്ട്, 2 പാട്ട്, ഫീമെയിലും മെയിലും പാട്ട്. അപ്പോൾ സ്കൂളിൽ പോകുന്ന റിഹേഴ്സൽ പാട്ട് പാടുന്നു അവിടെ വെച്ച് തന്നെ. കാര്യം വിറ്റൊന്നും ഇല്ലല്ലോ, ചെറിയ അന്ന് ട്രിപ്പിൾ ഡ്രം ഞാനായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്. ഞാനുണ്ട്, എൻ്റെ കസിൻ ഉണ്ടായിരുന്നു ജ്യൂസ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാറി വായിക്കും. ഒരു പാട്ടിൻ്റെ ഒരു പാട്ടിന് അങ്ങനെ. അതൊക്കെ പഠിച്ചപ്പോൾ അത് പഠിച്ചതല്ല, അല്ലാതെ ഉള്ളിൽ നിന്ന് വന്ന പഠിച്ചില്ലോ. കീബോർഡ് എന്നെ കുറേ ജോജോ എന്നുള്ളൊരു മാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്, കുറേ നാൾ പഠിച്ചിരുന്നു. പിന്നെ പള്ളി കോയറിനൊക്കെ വായിക്കുമായിരുന്നു. പിന്നെ ഇപ്പം ആ ടച്ചൊക്കെ വിട്ട് ഇങ്ങനെ രസമായിരിക്കുമായിരുന്നു. അതെ, തുറന്നെങ്കിൽ ഇപ്പം എങ്ങനെ ഗാനമേളയിൽ ഈസി ആയിട്ട് എല്ലാ ദിവസവും പരിപാടി ഉണ്ടായിരുന്നു. അതാണ് ചിന്തിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും. സത്യം ഞാൻ ആലോചിക്കും, ഇപ്പം മിമിക്രി ഇല്ലല്ലോ. പണ്ടേ ആ കീബോർഡ് വായിക്കുന്ന ഏതെങ്കിലും ഗാനമേളയിൽ പോയി വായിക്കായിരുന്നു. ഞാൻ സത്യം ഇപ്പം ആലോചിക്കാറുണ്ട്. കാര്യം ഇപ്പം ഗാനമേളയ്ക്ക് ഇഷ്ടംപോലെ പരിപാടിയുണ്ട്, ഡെയിലി പരിപാടിയാണ്. പോയിരുന്നു വായിക്കാം, 2 കീബോർഡ് മേളം താഴെ വെച്ചു. പക്ഷേ എങ്കിലും മിമിക്രി തിരിച്ചു വന്നു, ടെലിവിഷനിലേക്ക് തിരിച്ചു വന്നു. ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിച്ചു അവിടെ കൊഴിഞ്ഞു പോകുമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതിൽ തന്നെ ഒരു അപ്ലിഫ്റ്റിംഗ് ഉണ്ടായി. ഇപ്പോൾ മഹേഷ് കുഞ്ഞുമോനെ പോലുള്ള ആൾക്കാരൊക്കെ മിമിക്രിയിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ അത് തിരികെ നമ്മൾ വീണ്ടും ആസ്വദിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പെർഫെക്ഷനിൽ ഈ അനുകരണം എന്ന് പറയുന്ന ഒരു സംഗതി വീണ്ടും ഭയങ്കര പണ്ട് നമുക്ക് എന്തെങ്കിലും കാണിച്ചാൽ മതി, ഏകദേശ സാമ്യത മതിയായിരുന്നു. കാര്യം ഈ മീഡിയ വന്നതോടുകൂടി പെർഫെക്ഷൻ ഇതായി. കാര്യം ഇന്ന് നമുക്കൊരു സൗണ്ട് പറയുമ്പോൾ പേടിയാണ്. കാര്യം അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഓരോ പിള്ളേർ ചെയ്യണത്. മഹേഷൊക്കെ പറയുന്നത് കേട്ടിട്ട് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ. കാര്യം പണ്ട് നമുക്ക് സിനിമയിലെ ഡയലോഗ് മാത്രം മതിയായിരുന്നു. അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റേ ലാലേട്ടൻ്റെ അങ്ങനെയുള്ള ഡയലോഗൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ലാലേട്ടൻ്റെ ലൈവ് വോയിസ് പറയുകയായിരുന്നു, ഇൻ്റർവ്യൂവിന് പറയുന്ന രീതി, ഒരാളോട് സംസാരിക്കുന്നത്, ഇതൊക്കെ ചെയ്യുക. പണ്ട് ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, ആ ഡയലോഗ് മാത്രം. മറ്റേ മംഗലശ്ശേരി അങ്ങനെ ഒരു സാധനം പറഞ്ഞാൽ മതി. ഇന്ന് ലാലേട്ടൻ ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ലാലേട്ടൻ ഒരാളോട് കാണുമ്പോൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇന്ന് ചെയ്യണത്. അമ്മക്കെ പോലും എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് പക്ക പെർഫെക്ഷനാണ്. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും ചെന്ന് വല്ല പറഞ്ഞാൽ തീർന്നു. ഈ പല സ്ഥലത്തും ഈ സ്കൂളിൽ ചില പിള്ളേർ ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാര്യം മീഡിയ ഇങ്ങനെ നിൽക്കുകയാണ്, എന്തെങ്കിലും കിട്ടിയ കൊല്ലാതെ മതിയല്ലോ, പിന്നെ ഒരാഴ്ചത്തേക്ക്. പക്ഷെ ജഡ്ജായിട്ടിരിക്കുമ്പോൾ ഇവരെയൊക്കെ കാണുന്ന സമയത്ത് ഒരു ഭയങ്കര പ്രൗഡ് തോന്നുന്നല്ലോ. ഒരു പഴയ മിമിക്രി താരമാണ് ഞാനെന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ ജഡ്ജ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ. ഞാൻ ഭയങ്കര ആസ്വദിക്കുന്ന ആളാണ്. എനിക്കൊരു ചെറിയ കോമഡി വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. എനിക്ക് ഇവിടെ ഇരിക്കുമ്പോഴും എനിക്ക് അവിടെ കളിക്കണം മനസ്സാണ് എൻ്റെത്. കാര്യം അത് അത്ര എഫർട്ടുണ്ട്, അത്രയും കഷ്ടപ്പാടുണ്ട് അവിടെ നിന്ന് കളിക്കുന്നതിൽ. അത് കാര്യം പല സ്ഥലത്തും ഞാൻ കോമഡി ഷോസൊക്കെ ചെയ്യുന്ന സമയത്ത്
ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക്. പക്ഷെ നമുക്ക് ചില ജഡ്ജസ് വരുമ്പോൾ പേടിയാണ്. നമ്മളവിടെ നിന്നൊരു സ്കിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നെൽസനൊക്കെ പറയും, ദൈവമേ പുള്ളിയാണല്ലോ ഇന്ന്, പുള്ളി ചിരിക്കൂല, നമ്മൾ എന്ത് ചെയ്യും? ഇത് മാനസികമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ദൈവം ഇന്ന് പുള്ളിയാണല്ലേ, അപ്പോൾ ഓരോ ദിവസം ഒരു ഗസ്റ്റ് മാറി വരും, പുള്ളി ചിരിക്കൂലല്ലോ ഇത്. അപ്പം നമുക്ക് മാനസികമായിട്ട് കാര്യം അത് അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ ഭയങ്കരമായിട്ട്. ഞാൻ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് ഓടിയിട്ടുണ്ട് സ്കിറ്റുകൾ. ഓപ്പോസിറ്റ് ആളുടെ കോമഡി കണ്ടിട്ട് ചാത്തന്നൂർ കോളേജിൽ ഒരു സ്കിറ്റ് കളിച്ചിട്ട് ഞാൻ ചിരിച്ചെനിക്ക് പിടികിട്ട ഇറങ്ങിപ്പോയി. നീ പറ്റുന്നില്ല, ഞാൻ ചത്തുപോകുന്നു വിചാരിച്ച് ചിരിച്ചിട്ട് പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാം, ഭയങ്കര നമുക്ക് ഇത് അറിയാൻ പറ്റും. കാര്യം നമ്മൾ സ്റ്റേജിൽ അതുകൊണ്ട് എനിക്ക് ഭയങ്കര, ഞാൻ സ്റ്റേജിൽ ആരും ഒന്ന് കോമഡി ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കും. എല്ലാവരും വിചാരിക്കും അത് ഉണ്ടാക്കി ചിരിക്കുന്നതാണ്, അല്ല, അത് ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നതാണ് അത്. കാര്യം ഞാൻ പറഞ്ഞില്ലാണ് നമ്മൾ ഈ അതുപോലെ തന്നെ പിന്നെ ട്രൂപ്പിൻ്റെ വേറെ സംഭവം. ഇപ്പോൾ ഈ അന്ന് ഞാൻ ട്രൂപ്പിൽ കളിച്ചിട്ട് പിന്നെ വേറെ ട്രൂപ്പിലേക്ക് വിളിക്കും. അന്ന് സാധാ പേയ്മെൻറ്റേ ഉള്ളൂ. പിന്നീടാണ് ഇതിൻ്റെ ട്രിക്ക് പിടികിട്ടിയത്. കാര്യം അന്ന് ഞങ്ങളവിടെ മോഹൻലാലുണ്ടോ അനീഷിനൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല സാലറി ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സാലറി കൂടിയത്? അവർ മീഡിയയിലുള്ളവരാണ്. ടി വിയിൽ അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ആൾ സ്റ്റേജിൽ ഒരു അത്യാവശ്യം സാലറി. പിന്നെ ഇത് അങ്ങനെയാണെങ്കിൽ ടി വിയിലൊരു പരിപാടി പിടിക്കണമല്ലാണ്. എന്നിട്ട് ട്രിപ്പിൽ കയറുമ്പോൾ അത്യാവശ്യം പിന്നെ അങ്ങനെ അലച്ചിലായിരുന്നല്ലോ. പല ചാനലിലും പോയിട്ടുണ്ട് അവസരത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ആണ്. പിന്നെ കൈരളിയിലൊക്കെ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ ചെയ്യുമായിരുന്നു. അന്ന് ശ്രദ്ധിക്കപ്പെട്ടാലേ കാര്യമുള്ളൂ. എന്നാലും കാണട്ടെ നിന്നെ മറ്റേ ടി വി ഇടയിൽ കണ്ടല്ലോ, ഇടേൻ്റെ ഇടയിൽ അതായത് പരിപാടി എന്നൊക്കെ ചോദിക്കരുത്. കാര്യം അപ്പോൾ കണ്ടെന്നുള്ള കണ്ടല്ലേ കണ്ട്. പിന്നെ അടുത്ത വേറെ സംഭവം, പിന്നെ ഈ കോമഡി സ്റ്റാർ ചെയ്ത സമയത്ത് പിറ്റേ ദിവസം എല്ലാവരും വിളിക്കും, നല്ല സ്കിറ്റ് കണ്ട്, പൊളിയണ സ്കിറ്റ് കാണുകൊണ്ട് എല്ലാവരും നല്ല മാർക്കുള്ള സ്കിറ്റ്. അപ്പം ടെൻഷനാണ്, ദൈവം ഇന്ന് എല്ലാവരും കണ്ടു കേട്ടോ, അത് വേറെ എന്ത് കേട്ടോ, അവർ പറഞ്ഞ കറക്റ്റ് തന്നെ എന്നൊക്കെ പറയുമ്പോഴേ നല്ലത് കാണുമില്ല, ഇത് പൊളിയണത് കാണുമ്പോൾ നമ്മൾ പറയുകയും ചെയ്യും, ഇത് കറക്റ്റ് എല്ലാവരും കാണുകയും ചെയ്യും കേട്ടോ ഇത് മിക്കവാറും. അപ്പോൾ പിന്നെ ഏതെങ്കിലും ചാനൽ പിന്നെയാണ് ഞാൻ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ പരിപാടി, മറ്റേ അന്ന് മറ്റേ സ്റ്റാൻഡപ്പ് കോമഡിയുടെ തുടക്കമുള്ളത്. അപ്പോൾ അന്ന് അതിനകത്ത് എനിക്ക് സെക്കൻഡോ തേർഡോ ഒന്ന് ഉണ്ടായിരുന്നു. അന്ന് ശിവമുരളിയായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. അങ്ങനെ അന്ന് അതിനുള്ള കുറേ ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും സജീവമായിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ഗ്രൂമറായിരുന്നു ധർമ്മൻ, നിഷാരടി, അവരെല്ലാവരും. പിന്നെ അതിന് ശേഷമാണ് പിന്നെ കോമഡി സ്റ്റാഴ്സ് എന്ന് പറഞ്ഞ പരിപാടിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ഞാൻ പിന്നെ വേറെ ഞങ്ങളൊരു മൂന്ന് പേര് പോയി കോമഡി സ്റ്റാഴ്സ് തുടങ്ങി. ഏഷ്യാനെറ്റിലൊരു പുതിയ പരിപാടി ഉണ്ട്, സ്കിറ്റാണ് കേട്ടോ. അങ്ങനെ എന്നപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ ചെയ്ത് ചെന്ന് കളി കിട്ടിയില്ല, സെലക്ഷൻ കിട്ടിയില്ല. അവൻ അവിടെ നിന്ന് ഇറക്കി. ഈ കനകക്കുന്നിൽ പോയിരുന്നെന്ന ഇനി എന്താണ് അടുത്ത പരിപാടി വിടാ അല്ലേ? പക്ഷേ ഇല്ല, കാര്യം നമ്മളെ കൂടെയുള്ള എല്ലാവർക്കും സെലക്ഷൻ കിട്ടി കോമഡി ചെയ്തില്ല, എനിക്കൊന്നും കിട്ടിയില്ല. മാനസികമായിട്ട് തളർന്ന് അന്ന് ഞാൻ കൊച്ചിൻ കലാദർശനം എന്ന് പറഞ്ഞ ട്രൂപ്പിൽ കളിക്കുകയാണ്. അമ്പലപ്പുഴയാണ് ട്രൂപ്പ്. അപ്പോൾ എനിക്കന്ന് പരിപാടി ചേർത്തല സൈഡിലാണ് പരിപാടി. അന്ന് മൊബൈൽ ഫോണൊക്കെ ഇറങ്ങി. ചേർത്തല പരിപാടി സമയത്ത് എന്നെ വിളിച്ചിട്ട് അരുൺ, സുരാജേട്ടൻ്റെ അനിയനുണ്ട്, അതായത് ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അരുൺ മരണപ്പെട്ടു. അപ്പോൾ അന്ന് അരുൺ എന്നെ വിളിക്കുകയാണ്, കോമഡി സ്റ്റാഴ്സിൻ്റെ സമയത്താണ്. അപ്പോൾ അരുൺ എന്നെ വിളിച്ചിട്ട് എവിടെയാണ്? ഞാൻ ചേർത്തല പരിപാടി, ഈ കോമഡി സ്റ്റാഴ്സിൽ പിന്നെ നമ്മളൊരു ടീമുണ്ട്. ഞാൻ പറഞ്ഞു അന്ന് അരുണും ഞങ്ങളോട് പോയത് സെലക്ഷൻ കിട്ടാത്ത അതിൻ്റെ വിഷമമുണ്ടെന്ന് എനിക്ക് വരും. അപ്പോൾ അവൻ പറഞ്ഞേടാ ഇങ്ങനെ വേറെ 2 പേരുണ്ട്, അപ്പോൾ അവരെ കൂടെ നമ്മളെ 2 പേരും കൂടെ കയറാൻ പറഞ്ഞു. ഞാൻ തന്നെ രാത്രി അവിടെ നിന്ന് തമ്പാൻ്റെ ഒന്ന് ഇറങ്ങി. അവിടെ ഹോട്ടലിൽ റൂമുണ്ട്, ഹോട്ടലിൻ്റെ നവരത്ന ഹോട്ടൽ, സെക്രട്ടേറിയറ്റിൻ്റെ ബാക്കിൽ. അവിടെ ചെന്നിട്ട് അവിടെ റെഡി ആവാൻ, അവിടെയാണ് റൂം. ശരി. അങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ എന്ത് ഒരു സ്കിറ്റ് വേറെ വെറുതെ ഒന്ന് കയറിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും അരുണും ചെന്നപ്പോഴാണ് അതിനകത്ത് ഗസ്റ്റ് എന്ന് പറയുന്നത് നെൽസേട്ടനും ഇവർ 2 പേരും അന്ന് ഒരുമിച്ച് പരിപാടി ചെയ്യണം. ഇവർ ഭയങ്കര കേരളത്തിൽ തകർത്ത് പെർഫോം ചെയ്യുന്ന സമയമായിരുന്നു. നെൽസനും കിഷോറനും അവർക്ക് ഇഷ്ടം. അവരന്ന് മസ്കറ്റിൽ പരിപാടി ചെയ്തിട്ട് വരികയാണ്. മസ്കറ്റ് പരിപാടി ചെയ്ത് നേരം. അപ്പം അന്നൊക്കെ ഗൾഫ് പരിപാടി സ്വപ്നം പോലും കാണും. നമുക്ക് അറിയാം, ഇവരൊക്കെ ഗൾഫിൽ പോകുന്നു, മറ്റേ കലാഭവൻ്റെ വേൾഡ് ടൂറൊക്കെ നമ്മൾ കണ്ട് ആസ്വദിക്കുന്ന സമയങ്ങളായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും വരുന്നു, ഞാനും അരുണും കൂടെ ചെല്ലുന്നു. അപ്പം സ്കിറ്റ്, അപ്പം ഇവരെ സ്കിറ്റ് അരുണ് കണ്ടിട്ടുണ്ട്. അരുൺ അത്യാവശ്യം റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അരുണ് സുരാജൻ്റെ അനിയനായതുകൊണ്ട് അത്യാവശ്യം ഈ മിമിക്രി ബന്ധങ്ങളുണ്ട്. അത്യാവശ്യം കുറേ വലിയ ആർട്ടിസ്റ്റുകളായിട്ട് ഇവന് പരിചയമുണ്ട്. അപ്പോൾ അരുണാണ് എന്നെ കുറേ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുന്നതൊക്കെ അരുണായിരുന്നു.
അരുണിൻ്റെ വീട്ടിൽ റെക്കോർഡിങ്ങിന് വരും. അരുൺ വോയിസ് കൊടുക്കും. അരുൺ നന്നായിട്ട് ഫീമെയിൽ മെയിൽ വോയിസ് ഒക്കെ ആയിരുന്നു. എല്ലാ ട്രൂപ്പിനും ഡബ് ചെയ്യുന്നതൊക്കെ അരുണായിരുന്നു. അങ്ങനെ അരുൺ വരാൻ മതി. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഏഷ്യാനെറ്റ് ചെല്ലുമ്പോൾ ഇവരെ നെൽസണ്ണ കിഷോറിനൊക്കെ ഞങ്ങളെ പരിപാടിക്ക് ഗസ്റ്റായിട്ട് കണ്ടിട്ടുള്ള അരുൺ ഇത് എവിടെ ഉള്ളത് മഞ്ഞറൊട്ടിയുള്ള എണ്ണ ആണല്ലേ ചെയ്യുമല്ലേ ചെയ്യും എന്ന് പറഞ്ഞിട്ട് സ്കിറ്റ് ഫസ്റ്റ് സ്കിറ്റാണ്. അപ്പോൾ അതിനകത്ത് ഒരു റൗണ്ട് ഉണ്ട്. ഒന്ന് സ്റ്റാഴ്സ് ഇമിറ്റേറ്റ് ചെയ്യണം. കിഷോറിനെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നു. പിന്നെ ഒരു സ്കിറ്റും ചെയ്യണം. അപ്പോൾ നെൽസൻ്റെ കൂടിയ ഹൈലൈറ്റാണ്. കിഷോറെണ്ണ ഫീമെയിൽ, നെൽസണ്ണൻ അന്ന് മീശ എടുത്തിട്ടില്ല. അന്ന് മീശയിൽ മറ്റേ ഇത് തേച്ചിട്ടാണ്. പിന്നീടാണ് പെർഫെക്ഷൻ എല്ലാവരും മീശയൊക്കെ എടുത്ത് വേണം ചെയ്യണം എന്നുള്ളത് വന്നത്. അന്ന് സ്റ്റേജ് കളിക്കും പോലെ മറ്റേ മീശ ഇത് മേക്കപ്പ് ഇത് വെച്ച് മറച്ചിട്ട്. അപ്പം കിഷോറെണ്ണ അതേപോലെ നൈറ്റിയൊക്കെ ഇട്ട് വിക്കൊക്കെ വെച്ച് മീശയൊക്കെ ഇത് വെച്ചിട്ട്. അപ്പം അന്ന് സ്കിറ്റ് ഒരു കുടിയൻ്റെ ഇൻ്റർവ്യൂ ആണ് ആദ്യത്തെ സ്കിറ്റ്. അരുണാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അരുൺ അത്യാവശ്യം ഇത് അറിയാം. സ്കിറ്റ് അവൻ കണ്ടിട്ടുണ്ട്. അത് എഴുതി കൊടുത്ത് അരുൺ അത് നോക്കി പറയുന്നു, എൻ്റെ വേഷം ഒന്നും അറിയാമോ, അത് ചാനലിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ, ഇൻ്റർവ്യൂ ചെയ്യുന്ന അവിടെ കുടിയൻ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത്രയേ ഉള്ളൂ, ഡയലോഗൊന്നുമില്ല. ഞാൻ സമ്മാനം കൊണ്ട് കൊടുക്കുന്നു. അന്ന് ഈ സമ്മാനം കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചിരിപ്പിക്കണ്ടേ, എന്തൊക്കെയോ ഞാൻ കാണിച്ചെന്ന്. അപ്പോൾ എന്നെ അന്ന് ജഡ്ജ് ചെയ്ത ടിനിയണ്ണനാണ്. ജയചേട്ടൻ ടിനിയണ്ണനാണെന്ന് പറഞ്ഞു. ലാസ്റ്റ് വന്ന് അദ്ദേഹം കൊള്ളാം, അദ്ദേഹത്തിൻ്റെ കുറേ ലുക്കിലും ഒക്കെ ചിരിപ്പിച്ചു. അപ്പം പേടിച്ച് പറച്ചാണ് നിൽക്കുന്നത്. അദ്ദേഹം നന്നായിട്ട് ചിരിപ്പിച്ചു. ഒക്കെ ഭയങ്കര സന്തോഷമായി. അടിപൊളിയായിട്ടോ, നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ കൊള്ളാം എന്ന് പുള്ളി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ പിന്നെ പേടിയും ദൈവം എന്നെ മാറ്റുമോ, വീണ്ടും മാറ്റുമോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ഇമിറ്റേഷൻ. അതിനകത്ത് വേറെ 2 ഡയലോഗൊക്കെ പറഞ്ഞൊരു സാധനം ചെയ്തു. അവിടെ നിന്നാണ് ടീം VIP-യുടെ തുടക്കം. ആ ടീമാണ് പിന്നെ കോമഡി സ്റ്റേഷനിൽ ഫസ്റ്റ് വിന്നറായ ടീമാണ് ആ ടീം. അങ്ങനെ ഒരു കഷ്ടപ്പാടിന് തുടക്കം ഉണ്ടായിരുന്നു ആദ്യം. പുട്ടും കടലയും മലയാളി തലമുറകൾ പിന്നിട്ട സ്വാദൂറും ബന്ധം ഫ്രം ഫിറ.